ونستغفره نؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد إن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم عباد الله أولا بتقوى الله സത്യവിശ്വാസി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിന് ക്രമപ്പെടുത്തുന്നതിന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് വസിയത്ത് നൽകുകയാണ്. ഏറെ തിരക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരുന്നു. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ ഹാളിൽ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ, ദീനിനെ കുറിച്ച് കേൾക്കാൻ, അവന്റെ കലാമങ്ങൾ കേൾക്കാൻ ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ ഏവരെയും പടച്ചറപ്പ് ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുന്നതാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ നാട് ഒരു തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണുള്ളത്. ആ ചൂടിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ എന്ന നിലയിൽ ദുനിയാവിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും അതേപോലെ തന്നെ പരലോകത്ത് അവനെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ദുനിയാവിലെ തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ നമുക്കിടയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചില പാപങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട്
ഒരു വിശ്വാസിയുടെ ശരിയായ തെരഞ്ഞെടുപ്പ് എന്താണ് എന്നതിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ സംസാരം മുന്നോട്ട് പോകുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളിലേക്ക് തിരിഞ്ഞ്, വിശേഷിച്ച് സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്കും ദിക്റിനു ശേഷം സ്വഹാബികളോട് ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ വല്ല സ്വപ്നവും കാണാറുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് കണ്ടിട്ടുണ്ടോ? അന്നൊരു ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, ഹൽ റഅ അഹദും മിൻകും റുഇയ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? സ്വഹാബാക്കൾ പറഞ്ഞു, ഇല്ല പ്രവാചകനെ, ഞങ്ങളിന്നൊന്നും കണ്ടിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എന്റെ അരികിൽ രണ്ടാളുകൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. സുദീർഘമായ ഹദീസ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നത്തെ കുറിച്ച് നമുക്കറിയാം, അത് സത്യമാണ്. ബർസഖി ലോകത്തെ ശിക്ഷകളെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ആ സ്വപ്നത്തിലൂടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നത്തിന്റെ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ വളരെ പ്രയാസം തോന്നുന്ന ബർസഖി ലോകത്തെ കാഴ്ചകൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്നതിനിടയിൽ അവിടുന്ന് പറയാണ്, അവിടുന്ന് കണ്ട കാഴ്ചകളിൽ ഒന്ന്, ഒരാൾ മലർന്ന് കിടക്കുകയാണ്. ഒരാൾ കിടക്കുക, തൊട്ടടുത്ത ഒരാൾ ഒരു ഇരുമ്പിന്റെ അല്ലെങ്കിൽ ഒരു കൊളുത്ത് എടുത്തുകൊണ്ട് ആ കിടക്കുന്ന മനുഷ്യന്റെ വായിൽ നിന്ന് പിരടി വരെ വലിച്ചു കയറും. അത് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ തന്നെ മൂക്കിൽ നിന്ന്, മൂക്കിന്റെ ഭാഗത്തിൽ നിന്ന് പിരടി വരെ വലിച്ചു കയറും, രണ്ട് ഭാഗവും. അത് കഴിഞ്ഞാൽ കണ്ണിന്റെ ഭാഗത്തിൽ നിന്ന് പിരടി വരെ വലിച്ചു കയറും. അത് കീറിക്കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങും. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് വല്ലാത്ത പ്രയാസം തോന്നി ഈ കാഴ്ച കാണുമ്പോൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കൂട്ടർ? എന്ത് തിന്മയാണ് അവരുടെ ദുനിയാവിലെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ചത്? ഏത് തിന്മയുടെ പേരിലാണ് അവർ ഈ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ, വരൂ ബാക്കി കാഴ്ചകൾ കാണാം എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനം ഓരോ ശിക്ഷയെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുന്നതിനിടയിൽ പറയുന്നുണ്ട്, ആ മലർന്ന് കിടക്കുന്ന മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയവനാണ്. ചക്രവാളങ്ങൾ അറിയുമാർ അല്ലെങ്കിൽ ലോകം മുഴുവൻ എത്തുന്ന കളവുകൾ, നുണകൾ പറഞ്ഞു പരത്തിയവനാണ്. അവനുള്ള ശിക്ഷയാണ്. സമകാലിക സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലക്ക് നമ്മൾ ഇടപെടുന്നവരാണ്. ഈ ഇടപെടുന്ന ആളുകൾക്കിടയിലേക്ക് അവരുടെ നാവുമായി ബന്ധപ്പെട്ട് നാവ് കൊണ്ട് നരകം വാങ്ങുന്ന വളരെ ഹതഭാഗ്യരായ ചിലരുണ്ട്. അതിലൊന്നാണിത്. കളവ് പറയേണ്ടി വരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. നമ്മൾ ആലോചിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് തന്നിട്ടുള്ളത്. സംസാരിക്കാനുള്ള കഴിവ്, സംസാരിക്കുവാനുള്ള കഴിവ്, സംസാരം തിരിച്ചറിയാനുള്ള കഴിവ്. മനുഷ്യനല്ലാതെ മറ്റേത് ജന്തുവർഗത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഗ്രഹം കൊടുത്തിട്ടുള്ളത്? സൂറത്തുർ റഹ്മാനിൽ മനുഷ്യനെ കുറിച്ച് പറയുന്നത് കാണാം, ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലമഹുൽ ബയാൻ, മനുഷ്യനതാ സംസാരിക്കാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനെ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഈ സംസാരപ്പെടുന്ന ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പരസ്പരം സംസാരിക്കുന്നു, ആശയവിനിമയം നടത്തുന്നു. ലോകത്ത് ഏത് ജന്തുവർഗമാണ് ഇങ്ങനെയുള്ളൂ? അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാവ് കൊണ്ട് നരകം വാങ്ങുന്നവരുണ്ട്. എന്നിട്ട് ഹബീബനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവന്റെ താടിയെല്ലുകൾക്കിടയിലുള്ള അവന്റെ നാവിനെ ആര് സംരക്ഷിക്കുമെന്ന്, സൂക്ഷിക്കുമെന്ന്, നാവിന്റെ വിഷയത്തിൽ ചെറുവ കൈക്കൊള്ളുമെന്ന് ആരെനിക്ക് ഉറപ്പ് തരുന്നുവോ അവന് സ്വർഗം ഉറപ്പാണ്. അവന് ഞാൻ ജാമ്യം നിൽക്കാം സ്വർഗത്തിന്റെ വിഷയത്തിൽ. എന്തെങ്കിലും പറയാൻ കാരണം, ഈ നാവ് കൊണ്ട് നരകം വാങ്ങുന്ന ആളുകളുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കളവ് പറയുമ്പോ അതല്ലാത്ത രൂപത്തിൽ നാവ് കൊണ്ട് തിന്മകൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്, ഇയ്യാകും വൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നൽ കദിബ യഹ്ദീ ഇലൽ ഫുജൂർ,
തീർച്ചയായിട്ടും കളവുകൾ ഒരു മനുഷ്യനെ അധർമ്മത്തിലേക്ക് എത്തിക്കുന്നു. ഫഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, അധർമ്മമാകട്ടെ അവനെ നരകത്തിലേക്ക് എത്തിക്കുന്നു. എന്നിട്ടൊരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ചേർത്ത് പറയുകയാണ്, വമാ യസാറു റജുലു യക്ദിബു വയതഹറൽ കദിബ ഹത്താ യക്തുബ ഇൻദല്ലാഹി കദ്ദാബ. കളവുകൾ പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനാണ്. അവനവന്റെ ആ ഒരു യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം അല്ലാഹുവിന്റെ അടുക്കൽ പെരും കള്ളനായവനെ രേഖപ്പെടുത്തും. നമ്മളൊക്കെ തമാശക്ക് പോലും കളവ് പറയുന്നതിനെ കുറിച്ചൊക്കെ എത്ര ഗൗരവത്തോടു കൂടി ഇസ്ലാം സംസാരിച്ചിട്ടുണ്ടെന്നാണ്. മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ പറയും. മുനാഫിക്കായ മനുഷ്യന്റെ ലക്ഷണങ്ങൾ പറയുന്നിടത്ത് ആയത്തുൽ മുനാഫിഖി സലാത്തുൻ, മൂന്നെണ്ണമെന്ന് പറയുന്നിടത്ത് ഒന്ന് പറഞ്ഞതെന്തയോ, ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ അവൻ കളവ് പറയും. സംസാരിച്ചാൽ കളവ് പറയുന്നത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു നാട്ടിൽ ഇലക്ഷൻ വരുമ്പോ, തെരഞ്ഞെടുപ്പ് വരുമ്പോ ആ നാട്ടുകാർക്കിടയിൽ നമുക്കിടയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള തിന്മയെ കുറിച്ചാണ്. അതാണ് കളവ് എന്ന് പറയുന്നത്. കളവ് പറയേണ്ടി വരും. കളവ് പറയുന്നു ജയിക്കാൻ, വാദിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ഗൗരവത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ട്. വ്യാജവാർത്തകൾ പരത്തുന്ന ആളുകൾ ഇല്ലാത്ത വാർത്ത പരത്തുക. എന്തെങ്കിലും വാദത്തിന് ജയിക്കാൻ വേണ്ടിയിട്ടാവാം, താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാവാം, വ്യാജ വാർത്തകൾ പറഞ്ഞു നടക്കുന്ന സാഹചര്യം ഉണ്ട്. പറയാൻ കേട്ടത് മുഴുവൻ പറഞ്ഞു നടന്നാൽ പോലും കള്ളനാകാൻ അത് മതി. ചില ആളുകൾ എന്താ പറയാ, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇന്ന ആളെന്ന് പറഞ്ഞു, ഇന്ന ആള് പറഞ്ഞതാ, അല്ലെങ്കിൽ അവിടുന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ അങ്ങാടി ചർച്ചയിൽ ഇന്ന ആളുകൾ പറഞ്ഞതാണ്.
ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ചായിരിക്കും നമസ്കാരം ഉണ്ടാകുക. വ്യാജ വാർത്തകൾ പരത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചത്. വ്യാജ വാർത്തകൾ ഒരു മനുഷ്യനെ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരാളെ പ്രയാസപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ വിഷയം എന്നതല്ല, മനുഷ്യരുള്ള കാലത്തോളം ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തി അവനിൽ ഇല്ലാത്ത ഒന്ന് പരത്തി അവനെ താറടിച്ച് കാണിക്കുക എന്നത് എല്ലായ്പ്പോഴും മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്നതാണ്. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അതൊന്നുകൂടി സജീവമായി വരുന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് നമ്മളിങ്ങനെ അവിടെ നിന്ന് കേട്ടു, ഇന്ന ഗ്രൂപ്പിൽ നിന്ന് കേട്ടു, ഇന്ന കമ്മിറ്റി കൂടിയപ്പോൾ വന്നു, അത് അങ്ങാടി ചർച്ചകളിൽ വന്നു, അവിടുന്ന് കേട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞു പരത്തിയാൽ പോലും അല്ലാഹുവിന്റെ അടുക്കൽ അവൻ കള്ളനാകാൻ അത് മതി എന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിനക്കറിയില്ലാത്തതിന്റെ കൂടെ നീ പിന്തുടർന്നു പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇവിടെ നാവാകട്ടെ, കാതാകട്ടെ, ഹൃദയമാകട്ടെ എല്ലാം പടച്ചുറപ്പ് ചോദ്യം ചെയ്യപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരാൾ ഇല്ലാത്ത ഒരു വാർത്ത പോട്ടെ, നമുക്കുള്ളതെന്ന് തോന്നുന്ന ഒരു വാർത്ത പോട്ടെ, ഒരു വാർത്തയുമായി നമ്മുടെ അടുക്കലേക്ക് വന്നാൽ അവിടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമുണ്ട്. എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗുജറാത്തിലെ 6-ാമത്തെ ആയത്തിലൂടെ സത്യവിശ്വാസികളോട് സംസാരിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ടുവന്നാൽ ഫതബയ്യനൂ, നിങ്ങളത് അന്വേഷിച്ചറിയണമെന്ന ഒരു വാർത്ത കിട്ടുമ്പോഴേക്കാം അത് ഞാനാണ് ഇന്ന സ്ഥലത്ത് ആദ്യം എത്തിക്കേണ്ടത് എന്ന് കരുതി ഷെയർ ചെയ്യാനോ ഫോർവേഡുകൾ ചെയ്യാനോ അല്ല, ഒരു വിശ്വാസം ശ്രദ്ധിക്കേണ്ടതെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ ഷെയറുകൾ, നമ്മുടെ ഫോർവേഡുകൾ, നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ നരകം വാങ്ങിയെടുക്കാൻ കാരണമാവുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ കള്ളനായി തീരാൻ നമ്മുടെ ഒരു ഷെയർ മതിയാവുന്ന, അത് ഇന്നയാൾ അയച്ചു തന്നതല്ലേ, അത് ചിലപ്പോൾ ശരിയായിരുന്നാലോ എന്നൊരു ചിന്തയായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഞാനത് ആദ്യം ഇടാം, പാർട്ടി ഗ്രൂപ്പിലേക്ക് ഞാനത് ആദ്യം ഫോർവേഡ് ചെയ്യാം എന്നൊരു ചിന്തയിൽ നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമേജ്, ഒരു കാർഡ്, അത് ആയിരങ്ങൾ പിന്നീട് ഷെയർ ചെയ്യപ്പെട്ടാൽ, പ്രിയപ്പെട്ടവരെ, അതൊരു ഇല്ലാ കഥയാണെങ്കിൽ, ഉള്ളതാണെങ്കിൽ പോലും അത് അവരെ പ്രയാസപ്പെടുത്തുന്നതാണെങ്കിൽ, നാളെ മരണപ്പെട്ട് പരലോകത്തെത്തുമ്പോ അതിന്റെ പേര് നരകത്തിന്റെ വാതിലുകൾ തുറന്നു തരുന്നതിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോ, ഫോർവേഡ് ചെയ്യുമ്പോ, അത് സ്റ്റാറ്റസിലേക്ക് തള്ളിവിടുമ്പോ ഒരു 3 വട്ടമെങ്കിലും ആലോചിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നാമുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സൂചിപ്പിക്കുമ്പോ നമുക്ക് പറയാനുള്ളത് എന്തെന്നറിയോ? ആളുകളെ ചിരിപ്പിക്കാൻ തമാശ പറയുന്ന ചിലരും, ആളുകൾക്കിടയിൽ തമാശക്കാരനായി ആളുകളെ ചിരിപ്പിക്കാൻ ഓരോന്നും പറയാം, പക്ഷെ അതിൽ കള്ളമുണ്ടാവും. ആളുകളെ ചിരിപ്പിക്കാൻ കള്ളം പറയുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസി ലിയുദ്ഹിക ബിൽ ഖൗം, ആളുകളെ ചിരിക്കാൻ വേണ്ടിക്കൊണ്ട് കളവുകൾ ചേർത്ത് പറയുന്ന ആളുകൾ, ഫയക്തിബു വൈലുൽ ലഹു, അവന് നാശമാണ്, അവന് നാശം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവന് നാശമാണ്. തമാശക്കാണെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ ചിരിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയും. ഈ പറഞ്ഞതിനകത്ത് വിശ്വാസികൾ ചിരിക്കണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രസം പറയണ്ടെന്നോ എന്നൊന്നുമല്ല. കളവുണ്ടാകരുത്, കളവുണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ നടന്ന ഒരു സംഗതി ചിലപ്പോൾ ചില ആളുകൾക്ക് വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയും, ആക്ഷനൊക്കെ കാണിച്ച് അവതരിപ്പിക്കാണ്ടാവും. അതിനെ കുറിച്ച് അല്ലത് പറഞ്ഞത്. കളവുകൾ ഉണ്ടായാൽ അത് കളവായി രേഖപ്പെടുത്തുന്ന ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവുകൾ കൂട്ടിക്കുഴച്ച് വാർത്തകൾ പറയുമ്പോ അത് തിന്മയായി രേഖപ്പെടുത്തുമെന്ന ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലുണ്ടാവണം. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരം പ്രയാസങ്ങൾ, അത്തരം തിന്മകൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തു മാപ്പാക്കി ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കളവിന്റെ ഒരു ഗുരുതരമായ ഒരു ഭാഗം എങ്ങനെ ആലോചിച്ചാൽ മതി?
ചരിത്രം സൂചിപ്പിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലതാ നമുക്ക് കാണാൻ കഴിയും ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. ആ സമയത്ത് അദ്ദേഹം കുറച്ച് കുട്ടിയാണ്. അദ്ദേഹം ഓർത്തെടുത്ത് പിന്നീട് ആ വിഷയം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ വിളിക്കുന്നുണ്ട്, മോനെ ഇങ്ങോട്ട് വാ, നിനക്ക് ഇന്ന ഒരു സാധനം തരാം. നമ്മുടെ വീടുമായി നമ്മുടെ മക്കളുമായിട്ടൊക്കെ നമ്മൾ ആലോചിക്കുന്ന വിഷയമാണ്. നീ ഇങ്ങോട്ട് വാ, ഞാനേ നിനക്കൊരു സാധനം തരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആ കുട്ടിയുടെ ഉമ്മയോട് ചോദിച്ചത്, നീ അവന് വല്ലതും കൊടുക്കാൻ നീ നിയ്യത്താക്കിയിട്ടുണ്ടോ? നീ വല്ലതും കൊടുക്കുമോ? ആ ഉമ്മ പറഞ്ഞു, അതേ പ്രവാചകരെ, ഞാൻ അവനെ ഒരു തമ്പ് ഈത്തപ്പഴം കൊടുക്കാൻ ഞാൻ വിചാരിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അമാ ഇന്നകി ലൗ ലം തുഅതിഹി ശൈഅൻ കുതിബത അലൈകി കിത്ബ. നീ അത് അവന് കൊടുത്തിട്ടില്ല, അവൻ വെറുതെ അവനെ വിളിച്ചു പറ്റിച്ചതാണ് എങ്കിൽ ഒരു കള്ളമായിട്ട് അത് രേഖപ്പെടുത്തുമായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ആലോചിക്കുക. മോഹന വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ വഞ്ചിക്കുന്നവരുണ്ടാവാം, അതുണ്ടാവാം. നമ്മുടെ വീട്ടിലേക്ക് ആലോചിക്കുക, നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ ആലോചിക്കുക. ഇന്നത് ചെയ്താൽ ഇന്നത് വരാം, കാപ്പ് വരുമ്പോ ഇന്നത് കൊണ്ടുവരാം, ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഇതൊക്കെ വെറും പറച്ചിലായിട്ടാ മാറും. ചിലപ്പോ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് പറയുന്നത് ചില കുടിക്കൈകളാവാം. വാപ്പ വരുമ്പോ ഇന്നത് കൊണ്ടുവരാട്ടോ, വാപ്പ അപ്പോഴേ മറന്നിട്ടുണ്ടാവും. കാരണം എന്താ, അത് പറയുമ്പോഴേ വാപ്പയുടെ മനസ്സിൽ എന്തില്ല, അത് കൊണ്ടുകൊടുക്കണം എന്നുള്ള നീയത്തില്ല. ആ കരച്ചിൽ മാറണം എന്ന് മാത്രമേ ഉള്ളൂ. അത് കളവായി രേഖപ്പെടുത്തുമെന്നാണ്. കളവായി രേഖപ്പെടുത്തും. ഒരു സംശയവും ആ വിഷയത്തിൽ ഇല്ല കൂട്ടരെ. അതുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ ഈ വിഷയത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ആ കുട്ടി കാത്തിരിക്കുന്നുണ്ടാവും വാപ്പ രാത്രി വരാൻ, അല്ലെങ്കിൽ ഉമ്മ ഇങ്ങോട്ടോ പോയി തിരിച്ചു വരുമ്പോ ഇന്നത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മച്ചി വരട്ടെ എന്ന് കരുതി ആ കുഞ്ഞു മണിക്കൂറുകളോളം ഒരുപക്ഷെ കാത്തിരിക്കുന്നുണ്ടാവും. വരുമ്പോ ഉമ്മക്കത് ഓർമ്മയില്ല, വാപ്പക്കത് ഓർമ്മയില്ല. അല്ലാഹുവിന്റെ അടുക്കൽ കളവായി അത് രേഖപ്പെടുത്തുമെന്നാണ്. മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്നറിയോ, നമ്മൾ എന്തൊക്കെ ചെയ്താൽ അത് ആര് കാണുന്നില്ലെങ്കിലും, അത് ആര് അറിയുന്നില്ലെങ്കിലും അല്ലാഹുവിന്റെ മലായികത്തുകൾ അത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ബോധം പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കുണ്ടാവണം. വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും, അറിയാതെ ഒരു കൗലും ഒരു വാചകം പോലും ഉച്ചരിക്കാൻ കഴിയില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഇപ്പൊ ആരും അറിയില്ല എന്ന് നമ്മൾ കരുതുന്നത് നമ്മുടെ തിന്മയുടെ തുലാസന ചിലപ്പോൾ വരവ് പോകുന്ന നമ്മുടെ ചില വാചകങ്ങൾ, നമ്മുടെ ചില പ്രയോഗങ്ങൾ, നമ്മുടെ ചില സംസാരങ്ങൾ, അത് നാളെ നമുക്ക് വിനയായി കടന്നു വരുന്ന നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാരോ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നല്ലത് പറയട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നോളി. നല്ലത് പറഞ്ഞട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരുന്നോളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംസാരം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഹദീസുകളും ആയത്തുകളും വെച്ച് തന്നെ പോകും. ബാക്കിയുള്ള സംസാരങ്ങളൊക്കെ കുറച്ച് കുറവായി ഹദീസുകളും ആയത്തുകളും വെച്ച് പോയാൽ തന്നെ നമ്മുടെ സമയത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതുകൊണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെടുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയഖുലുൽ മുഅ്മിനു ജബാനൻ, ഒരു മുഅ്മിൻ ഭീരുവാകും, പേടിയുള്ളവനാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ ആയത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ അയഖൂലുൽ മുഅ്മിനു ബഖീലൻ, ഒരു മുഅ്മിൻ പിശുക്കനാകുമോ? പ്രവാചകരെ പിശുക്കനാകുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പിശുക്കനാകും, ആകും. മൂന്നാമത് ചോദിക്കുന്നതോ അയഖൂലുൽ മുഅ്മിനു കദ്ദാബൻ, പ്രവാചകരെ ഒരു മുഅ്മിൻ കള്ളനാകുമോ, കളവ് പറയുന്നവനാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി ഇല്ല, ഒരിക്കലും ഇല്ല. വിശുദ്ധനായാലും ശരി, ഭീരുവായാലും ശരി, കള്ളനാവാൻ, കളവ് പറയുന്നവനാകാൻ ഒരു വിശ്വാസിക്ക് കഴിയാണ്. ഇതിനർത്ഥം വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാവണമെന്നല്ല. അതൊക്കെ ചിലപ്പോ അതങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിച്ചേക്കാം, അതിൽ നിന്ന് പിന്നീട് മാറ്റം ഉണ്ടായേക്കാം. പേടി എന്നുള്ളത് ഓരോരുത്തരുടെ ഒരു ശൈലിയായേക്കാം, അതിൽ നിന്ന് ധൈര്യം പിന്നീട് കിട്ടിയേക്കാം. തൽക്കാലം കളവ് പറഞ്ഞ് പിന്നെ സത്യം പറയുക എന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ ഒരു വിശ്വാസിക്ക് ഇല്ല. ഒരു വിശ്വാസി കളവ് പറയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കളവ് എന്നത് നമ്മളൊന്ന്
ഇരുന്ന് ആലോചിക്കുക. നമ്മളൊക്കെ കളവ് പറയാറുണ്ടോ? എവിടെയാണ് എത്തിയത്? നമ്മളെന്താ പറയാ, വീട്ടിലേക്ക് ഇരിക്കുക, കുളി കഴിഞ്ഞ് മാറ്റിയിട്ടുണ്ടാവും. എന്താ പറയാ, ഞാൻ ഇറങ്ങി വണ്ടി കയറി നമ്മൾ ഇല്ലെങ്കിൽ ആരോട് എടുക്കാൻ പറയും, ഫോണിൽ പറയും, കുട്ടികളെ കയ്യിൽ മോളെ നിർത്തിട്ടേ പാപ്പോട് പോകുന്നതെന്ന് പറഞ്ഞാളാ, അല്ലെങ്കിൽ ഭാര്യയോട് പറയും എനിക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ കുളിക്കാൻ കയറിയിട്ടുണ്ടാവുള്ളൂ. എവിടെ എത്തിയത്? ചുങ്കത്ത് എത്തി. എവിടെ എത്തിയിട്ടുണ്ടാവില്ല? അതിന്റെ ബാക്കിൽ പോലും എത്തിയിട്ടുണ്ടാവില്ല. ഈ മൊബൈൽ ഫോണൊക്കെ വന്നപ്പോ എത്ര കളവുകളാണ് വരുന്നത്. നമ്മൾ അറിയണം. ഈ തമാശക്കായാലും ആളുകളെ ചിരിപ്പിക്കാനാണെങ്കിലും കളവുകൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞ ആളുകളൊക്കെ ഒന്ന് രസത്തിൽ ചിരിക്കും. അപ്പൊ നമുക്കൊരു സന്തോഷം. അത് അല്ലാതെ വ്യക്തി ആളുകൾ ചിരിക്കുമെങ്കിലും അതൊരു കളവായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഇത് മാത്രമല്ല, നാവ് കൊണ്ട് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ഗൗരവമായ ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറാഖിന്റെ ഒരു പുള്ളി, ഒരു കഷ്ണം പറിക്കാൻ വേണ്ടി മരത്തിലേക്ക് കയറി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ട്, സ്വഹാബികളൊക്കെ അവിടെയുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മരത്തിലേക്ക് കയറുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ഒരു കാറ്റടിക്കുകയും കാലിൽ നിന്ന് അല്പം വസ്ത്രം മാറുകയും ചെയ്തു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾ മെലിഞ്ഞ കാലുകൾ, നന്നേ വണ്ണം കുറഞ്ഞ കാലുകൾ. സ്വഹാബികൾ ഇത് കണ്ടപ്പോൾ ചിരിച്ചു. സ്വഹാബികൾ ഇത് കണ്ടപ്പോൾ ആ കാല് കണ്ടപ്പോൾ ചിരിച്ചുപോയി. അത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പ്രയാസപ്പെടുത്തുമെന്ന് കരുതിയിട്ടല്ല, അതൊരു കളിയാക്കൽ എന്നുള്ള നിലക്കൊന്നല്ല, അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയി. ഇത് കണ്ടു നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ കാല് കണ്ടിട്ടാണോ നിങ്ങൾ ചിരിച്ചത്? ആ കാലിന് നാളെ പരലോകത്ത് ഉഹദ് മലയേക്കാൾ ഭാരമുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്ന് സ്വഹാബാക്കൾ അരിശത്തോടു കൂടി അല്പം ശാസനയോടു കൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നുണ്ട് അവരോട്. ആലോചിച്ചു, കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ചെറുതാക്കി കാണാൻ വേണ്ടി പറഞ്ഞതല്ല, അദ്ദേഹത്തിന് ഇകയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ ജീവിച്ചതല്ല. അത് അങ്ങനെ സംഭവിച്ചു പോയി. നമ്മുടെ ഇടയിലൊക്കെ ഏറ്റവും നോർമൽ എന്നുള്ള നിലക്ക് നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന ഒന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ എത്ര പരിഹാസങ്ങളാണ് ഉണ്ടാവുന്നത്, എത്ര ട്രോളുകളാണ്, എത്ര കളിയാക്കലുകളാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, പാർട്ടി ഗ്രൂപ്പുകൾ നമ്മൾ ഫോർവേഡ് ചെയ്തതും കണ്ടിട്ട് നമ്മൾ തിരിച്ചതും അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തതും ഉണ്ടാക്കാൻ പറഞ്ഞതും ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറഞ്ഞതും ഉള്ളത് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് ഫോർവേഡ് ചെയ്തതും നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മളൊന്ന് ആലോചിക്കും. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി ചില ആയത്തുകൾ വെച്ചിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിനർത്ഥം ഈ ഒരു വിശ്വാസിയിൽ നീ ഒന്നും സംസാരിക്കാൻ പാടില്ല, അവന് ചിരിക്കാൻ പാടില്ല, ഒരാളെയും ഒരു നിലക്കും ഒന്നും പാടില്ല എന്നൊന്നും ഇതിനർത്ഥമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില പേരുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. ചിലര് അനസ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു പേരിട്ട് വിളിച്ചിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമാശിക്കുന്നുണ്ട്. എന്താ വിളിച്ചത്? യാ ദൽ ഉദ്നി, ദൽ ഉദ്നി, ഇരു ചെവി ഉള്ളവനെ, രണ്ട് ചെവി ഉള്ളവനെ എന്നാ വിളിച്ചു. അതിൽ കളവില്ല, അത് കേൾക്കുന്ന ഒരാൾക്ക് പ്രയാസമില്ല. രണ്ട് ചെവിയുള്ളവരെ, രണ്ട് കണ്ണുള്ളവരെ വിളിച്ചാൽ എന്ത് പ്രയാസമാണ് ഉണ്ടാവുക? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരെ പേരിട്ട് വിളിക്കുന്നത് ശരിക്കും നമ്മളൊന്ന് ആലോചിക്കാം. ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോയിട്ട് കിടക്കാനുള്ള സാഹചര്യം വരെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി എന്തോ ചില പിണക്കും ചില ഒരു പ്രയാസം ഉണ്ടായപ്പോ വീട്ടിൽ നിന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് തെറ്റിപ്പോയതാ, പള്ളിക്കാ പോയല്ലോ, പള്ളിയിൽ പോയിട്ട് കിടന്നു. ഈ തെറ്റ് തീർക്കാൻ ആരാ വരുന്നത്? പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അമ്മോസാക്കി വരുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊക്കെ അടിച്ച് പിരിയാൻ വേണ്ടിയിട്ടല്ല, അവിടെ സുഖത്തിന് വേണ്ടി വരിക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു, അവിടുത്തെ പള്ളി മണലാണ്, ആ മണലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ശരീരത്തില് മണ്ണ് പുരണ്ടിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ അബാ തുറാബ്, മണ്ണിന്റെ വാപ്പേ, മണ്ണിന്റെ വാപ്പേ എണീക്കെ എന്ന് പറയുന്നു. അതിലും പ്രയാസം ഉണ്ടായിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ആ പേര് വിളിച്ചപ്പോൾ പ്രയാസം ഉണ്ടായിട്ടില്ല, അതിൽ കളവില്ല, അതിൽ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്കോ പ്രയോഗമോ ഇല്ല. ഇനി നമ്മളൊക്കെ വിളിക്കുന്നതിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ചു കൂട്ടരെ, എത്ര പേരുകളാണ് അവരുടെ മാതാപിതാക്കളിടാതെ അങ്ങാടിയിൽ നിന്ന് അവർക്ക് കിട്ടിയ പേര്, മാർക്കറ്റിൽ നിന്ന് അവന് കിട്ടിയ പേര്, അവൻ ധരിച്ചു വന്ന വസ്ത്രത്തിന്റെ പേരിൽ അവന് കിട്ടിയത്, അവന്റെ ജീവിതത്തിലെ ഏതോ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ സംഭവിച്ച അബദ്ധത്തിന്റെ പേരിൽ
അത് പോട്ടെ, അവന്റെ സ്ഥലപ്പേരിന്റെ പേരിൽ, അവന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ, അവന്റെ വസ്ത്രത്തിന്റെ പേരിൽ അവരെ കളിയാക്കിക്കൊണ്ട് നമ്മൾ ഇട്ടുകൊടുത്ത പേരിനെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. 10-30 വർഷങ്ങളായി നമ്മൾ ആരോ ഇട്ട പേരുമായി പ്രയാസം സഹിച്ച് നമ്മുടെ അങ്ങാടികളിലൂടെ, നമ്മുടെ മാർക്കറ്റിലൂടെ, നമ്മുടെ പള്ളികളിലൂടെ നടക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഇട്ടുകൊടുത്ത പേരുകളുമായി പരലോകത്തേക്ക് ചെറിയ പോക്കൊന്നും പോയാൽ മതിയാവൂല കൂട്ടരെ. നമ്മൾ ഇട്ടുകൊടുത്ത പേര് അവരുടെ പ്രയാസം സൃഷ്ടിച്ച് നമ്മൾ ചിലപ്പോൾ പുള്ളി നിർത്തിയിട്ടുണ്ടാവും. ആ കൗമ നമ്മുടെ നാട്ടുകാർ നിർത്തിയിട്ടുണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശ്വാസികളെയാണ് വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകളെ, ലാ യസ്ഖറു ഖൗമും മിൻ ഖൗമിൻ, നിങ്ങളൊരു ജനതയെ നിങ്ങൾ പരിഹസിക്കരുതേ, നിങ്ങൾ അവരെ കൊച്ചാക്കി കാണരുതേ. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, നിങ്ങൾ കളിയാക്കിയ ആരെയാണോ ഒരുപക്ഷെ അവർ നിങ്ങളെക്കാൾ ഉത്തമരായേക്കാം. എന്നിട്ട് അതാ വിശുദ്ധ ഖുർആൻ എടുത്ത് വിളിക്കുന്നത് ആരെയാണെന്ന് സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പറയാണ്. വലാ നിസാഉം മിൻ നിസാഇൻ, സ്ത്രീകളുടെ ഒരു സംഘം മറ്റൊരു സംഘത്തെ കളിയാക്കരുതേ, അവരെ കൊച്ചാക്കി കാണരുതേ. അസാ അൻ യകുന ഖൈറൻ മിൻഹും, കളിയാക്കപ്പെടുന്നവർ ഒരുപക്ഷെ നിങ്ങളെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തമരായി മാറിയേക്കാം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചേർത്ത് പറയാണ്, വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ അന്യോന്യം കുത്തുവാക്കുകൾ പറയരുതേ. അതേപോലെ തന്നെ വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം അപമാനിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഇരട്ട പേരിട്ടുകൊണ്ട് നിങ്ങൾ വിളിച്ചു പോകരുതേ. സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്തിൽ 3 തരം പരിഹാസങ്ങൾ മാത്രം കൊണ്ടുവന്നു. 3 തരം പരിഹാസങ്ങളെ അതിൽ എടുത്തു വെക്കുന്നുണ്ട്. എത്ര തവണ സൂറത്തുൽ ഹുജറാത്ത് നമ്മൾ ഓതിപ്പോയി, വായിച്ചു പോയി, 11-ാം അധ്യായം നമ്മൾ ഓതിപ്പോയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ അതിൽ ഉള്ളതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന 3 തരം പരിഹാസങ്ങളെ കുറിച്ച് അതിൽ പറയുന്നു. ഒന്നാമത് പറയുന്നത് ലാ യസ്ഖറുന, സുഖീയത്ത് എന്ന് പറഞ്ഞാല് പരിഹസിക്കുക, ഒരാളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി അയാളുടെ ന്യൂനതകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അയാളെ പരിഹസിക്കുക. ആർക്കാ ന്യൂനതല്ലാത്ത? ഒരാളെ നമ്മൾ കളിയാക്കണമെന്ന് നിയ്യത്താക്കിയാൽ എന്തെങ്കിലും ഒരു ന്യൂനത അയാളിൽ ഉണ്ടാവും. അയാളുടെ നടത്തമാവാം, അയാളുടെ ശാരീരിക പ്രത്യേകതയാവാം, അയാളുടെ ശൈലിയാവാം, സംസാരമാവാം, എന്തുമാവാം. ഒരാളെ നമ്മൾ കളിയാക്കണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അയാളെ കളിയാക്കാനുള്ള വകയൊക്കെ പിശാച് നമ്മുടെ മനസ്സിൽ ഇട്ടു തരും. അയാളുടെ ന്യൂനതാവാം, ഉള്ളതാവാം, എന്തുമാവട്ടെ, അത് വെച്ച് അയാളെ പരിഹസിക്കുക എന്നത് ഇസുഖ്രിയത്ത് എന്ന ഗണത്തിൽപ്പെടും. രണ്ടാമത് വിശുദ്ധ ഖുർആൻ ഇതേ ആയത്തിൽ പറഞ്ഞത് വലാ തൽമിസു അൻഫുസകും, കുത്തുവാക്കുകൾ നിങ്ങൾ പറയരുതേ, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക. ഒരു കത്തിയെടുത്ത് കുത്തുന്നതിനേക്കാൾ വേദന ചിലപ്പേ നമ്മൾ പറയുന്ന 2 വാക്കുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു വാക്യത്തിന് കഴിയും. നമ്മളെ ജീവിതത്തിലൊക്കെ നമ്മൾ ഇന്നും ആലോചിച്ചു വെക്കുന്ന ചില വാക്കുകളുണ്ട്. വളരെ ചെറുപ്പ സമയത്താവാം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിനിടയിൽ, ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ആരോ നമ്മോട് പറഞ്ഞത്, എന്നോ പറഞ്ഞത്, ആ മനുഷ്യനെ ഓർത്തിരിക്കുന്നത് പോലും നമ്മെ അന്ന് വിളിച്ചതിന്റെ പേരില്ല, നമ്മെ ചീത്ത പറഞ്ഞതിന്റെ പേരില്ല, നമ്മെ പ്രയാസപ്പെടുത്തിയതിന്റെ പേരില്ല. ഏതോ വിഷയത്തിൽ ആ കല്യാണത്തിൽ വെച്ച്, കുടുംബ സദസ്സിൽ വെച്ച് പോട്ടെ, പള്ളി കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ആ പള്ളിയുടെ വരാന്തയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടാവാം. ആ വാക്കുകൾ ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്നു. ആ മനുഷ്യനൊരു കത്തിയെടുത്ത് കുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വേദന മാറുമ്പോൾ മറന്നുപോയേക്കാം. പക്ഷേ ചില വാക്കുകൾ നമ്മെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മെ നൊമ്പരപ്പെടുത്തിയ വാക്കിനെ കുറിച്ചല്ല, നമ്മൾ നമ്മുടെ വാക്കുമായി മറ്റൊരാളെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടോന്നാണ് നമ്മൾ ശരിക്കും അറിയേണ്ട വിഷയമാണ്. നമ്മുടെ നാവ് കൊണ്ട് ആരെങ്കിലും ഇന്ന് പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണമെന്ന്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പരിഹാസ പേരിട്ട് നിങ്ങൾ വിളിച്ചു പോകരുതേ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വിഷയം ആലോചിച്ചു. പല ആളുകൾക്കും പല പേരുണ്ടാവും. വിളിക്കുന്ന പേരുണ്ടാവും, നാട്ടിൽ ഉമ്മ സ്നേഹത്തോടെ ഇട്ട പേരുണ്ടാവും, വീട്ടുകാരിട്ട പേരുണ്ടാവും. ഇതാവുക ചിലപ്പോൾ മാർക്കറ്റിൽ വിളിക്കാൻ. ചില ആൾക്കാരെ ഒറിജിനൽ പേര് പറഞ്ഞ തിരിച്ചറിയ പോലുമില്ല. അവർക്ക് ഏതോ കാലഘട്ടത്തിൽ ആരോ ഇട്ടുകൊടുത്ത ഇരട്ട പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുള്ളൂ. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഉണ്ടാകരുതേ ആ കൂട്ടത്തില്ല. നമ്മൾ വിളിക്കുന്ന പേര് അയാളെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നമ്മളത് എപ്പോൾ വിളിക്കുന്നു, എത്ര തവണ വിളിക്കുന്നു,
തിന്മയായി രേഖപ്പെടുത്തുന്ന. ഇതിൽ ചേർത്ത് മനസ്സിലാക്കേണ്ടത് ചിലതൊക്കെ ഉണ്ടാവും, പിന്നെ ഉമ്മട്ടോ പേരൊന്നാവില്ല, ചിലപ്പോൾ സ്ഥലപ്പേരുമായി ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് നെയിമുകൾ ഉണ്ടാവും. ഇംഗ്ലീഷിലൊക്കെ ചില ഷോർട്ട് നെയിമുകൾ ഉണ്ടാവും. അത് അയാൾക്ക് പ്രയാസം ഉണ്ടാവില്ല, അയാൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ, അത് അയാൾക്ക് ഒരു പ്രയാസം. അത്തരം പേരുകളാവാം എന്നതല്ലാതെ നമ്മൾ വിളിക്കുമ്പോ ആ നാലാളുകൾക്കിടയിൽ നിന്ന് ആ പേര് വിളിച്ചാൽ അയാള് ആരെങ്കിലും കേട്ടോ എന്ന് നോക്കുന്നുണ്ടെങ്കിൽ പോട്ടെ, ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചെറു നോവുണ്ടെങ്കിൽ അത് നാളെ പരലോകത്ത് നമ്മെ പിടികൂടുമെന്നാണ്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറത്തുൽ ഹുമസയിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തി പറയുന്നവരും അവഹേളിക്കുന്നവരുമായ ഏതൊരാൾക്കും നാശമാണ്. ആർക്കറിയാതെ? ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. രണ്ട് കാര്യങ്ങളല്ലേ പറഞ്ഞത്, ഒന്ന് ഹുമസ, ഒന്ന് ലുമസ. നമ്മൾ ലുമസയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വാക്കുകൊണ്ട് നേരിട്ടുള്ള ഉപദ്രവം. പിന്നെ അതിൽ പറയാനുള്ളത് ഹുമസ എന്നതാണ്. ഹുമസ എന്താണെന്നറിയോ? നാവ് കൊണ്ടൊരു അക്ഷരം ഉണ്ടെണ്ണ, കണ്ണുകൊണ്ട് ഒരാളെ കൊച്ചാക്കാൻ കഴിയും, ആംഗ്യം കാണിച്ചുകൊണ്ട് ഒരാളെ കൊച്ചാക്കാൻ കഴിയും. ഇതൊരു കൊച്ചാക്കല, ആക്ഷൻ കാണിച്ചുകൊണ്ട് ഒരാളെ കൊച്ചാക്കാൻ കഴിയും. ആംഗ്യങ്ങൾ കൊണ്ടോ കണ്ണിന്റെ നോട്ടം കൊണ്ടോ കണ്ണ് ചരിച്ചുകൊണ്ടോ നാവ് കൊണ്ടില്ലാതെ ചില ആംഗ്യങ്ങൾ കൊണ്ട് ഒരാളെ പരിഹസിക്കുന്നത് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നാശമാണ്. 4 തരം പരിഹാസത്തെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. വളരെ പെട്ടെന്ന് ഒന്നുകൂടി പറഞ്ഞാൽ, ലാ യസ്ഖർ, നിങ്ങൾ പരിഹസിക്കരുതേ. ഇത് ഡയറക്റ്റ് പരിഹാസ. ഒരാളുടെ പിന്നെ എന്തെങ്കിലും ഒരു ന്യൂനത അല്ലെങ്കിൽ എന്തെങ്കിലും അയാളുടെ ജീവിതത്തിൽ ഉള്ളത് വെച്ചിട്ട് അയാളെ താറടിച്ച് കാണിക്കുക. അതേപോലെ തന്നെയുള്ളതൊന്ന് വലാ തൽമിസു എന്ന് പറഞ്ഞു, കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് നേർക്ക് നേരെ വാക്കുകൾ കൊണ്ട് ഒരാളെ ഇകഴ്ത്തുക. അത് അയാളുടെ ന്യൂനതയൊന്നാവില്ല, പക്ഷെ അയാളെ പ്രയാസപ്പെടുത്തുക. അതേപോലെ തന്നെ പറഞ്ഞു വലാ തനാബസുബിൽ അൽഖാബ്, ഇരട്ട പേരിട്ട് വിളിക്കുക. ചിലർക്ക് ഇതൊക്കെ ഒരു സന്തോഷം, അത് വിളിക്കുമ്പോൾ മറ്റേ ഒരു പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ വിളിക്കണ ഒരു സന്തോഷം. വിശുദ്ധ ഖുർആൻ ഗൗരവത്തോടെ ഓർമ്മപ്പെടുന്നു. അതേപോലെ തന്നെ ഹുമസ, വാക്കും വേണ്ട, ഒരു പറച്ചിലും വേണ്ട, കുത്തിപ്പറച്ചിലും വേണ്ട, ന്യൂനത എടുത്തു കാണിക്കണ്ട, ഒന്ന് കണ്ണു ചിമ്മിയാൽ മതി. കണ്ണ് ചിമ്മാൻ എത്ര വേണ്ടതെന്നാലും എത്ര മില്ലി സെക്കൻഡുകൾ മതി. ഒരു കണ്ണ് ചിമ്മൽ ഒരാളെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അത് ഹുമസയിൽ വരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരും വൈലുന്ന, നാശം. പ്രിയപ്പെട്ടവരാളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടുന്ന വിഷയമാണ്. അതേപോലെ തന്നെയാണ് ഗീബത്ത്, നമീമത്തൊക്കെ കടന്നു വരുന്ന രംഗമായി തെരഞ്ഞെടുപ്പുകളുണ്ട്. പോട്ടെ, തെരഞ്ഞെടുപ്പുകൾ അങ്ങ് മാറ്റി വെച്ചാലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത് സംഭവിക്കുന്നില്ലേ നമ്മൾ ആലോചിച്ചു. ദൈവത്തിന് നമീമത്ത് എന്ന് പറയാനല്ലാതെ എന്താ ഗീബത്ത് എന്ന് പറഞ്ഞാൽ, എന്താ നമീമത്ത് എന്ന് പറഞ്ഞാൽ? അത് ഒരാളില്ലാത്ത പറയാം ദൈവത്വം, അത് ഒരാളില്ലാത്ത പറയാം. അതിനപ്പുറമുണ്ട് അതിന്റെ വിവക്ഷ. ദൈവത്തി എന്ന് പറഞ്ഞാൽ ഒരാൾ ഇല്ലാത്ത സമയത്ത്, ഒരാൾ ആ സദസ്സിലില്ല, നമ്മുടെ മുന്നിലില്ല, അയാൾ ഇല്ലാത്ത സമയത്ത് അയാളിൽ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ആ ഒരു കാര്യം പറഞ്ഞാൽ അത് എന്തിൽ പെട്ടുന്നത്? ദൈവത്തിൽ അത് പെട്ടുന്നത്. ഉള്ളതായിക്കോട്ടെ, അയാൾ മുമ്പിൽ ഇല്ലാത്തപ്പോ പറയാം, അയാളോട് പറയുന്ന പോലെ വേറെ ഒരാളോട് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ പരിധിയിൽ പെട്ടുന്ന. ഉള്ളതായാലും ഇല്ലാത്തതായാലും, ഇല്ലാത്തത് പറഞ്ഞ കളവും എന്ന തിന്മ കൂടി അതിലേക്ക് വരുന്ന. നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്തയോ? ആളുകൾക്കിടയിലുള്ള ബന്ധം തകർക്കാൻ, ആളുകൾക്കിടയിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി അവിടുന്ന് കിട്ടിയൊരു വാക്കെടുത്തിട്ട് അതിങ്ങനെ കൂട്ടിമാറ്റിയിട്ട് ഇപ്പുറത്ത് കൊണ്ടേ കൊടുക്കുക. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. അതിന്റെ ലക്ഷ്യം എന്തായിരിക്കുന്നതയോ? കുഴപ്പമുണ്ടാക്കാനാണ്. ഇലക്ഷൻ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. ഇത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമീമത്തും ദൈവത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇലക്ഷൻ എന്തായാലും ഒരു ഘട്ടം മാത്രമല്ല, സ്ത്രീകളുടെ വിഷയത്തിലൊക്കെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ദൈവത്തുണ്ടോ എന്നുള്ളത്. ആ അപ്പുറത്ത് 2 വീട് അപ്പുറത്ത് ആരെങ്കിലും ചാടിപ്പോയി എന്ന് കണ്ടാല് ഒരു കൊല്ലം പറഞ്ഞെടുക്കാനുള്ള കുടിക്കും നമ്മൾ വിളിച്ച് പറയാനുള്ളതാവുന്ന ആണുങ്ങളിൽ അങ്ങനെ പറഞ്ഞിടണമെന്നില്ല. ശരിക്കും നമ്മൾ ആലോചിച്ചു ദൈവത്തിന്റെ പരിധിയിൽ ഉള്ളതായാലും വരും എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം എന്താണ് ഉള്ളത്? പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെയാണ് അനാവശ്യമായ തർക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വർഗത്തിന്റെ ഒത്ത നടുവിൽ ഞാനൊരു വീട്, സ്വർഗത്തിന്റെ താഴ്വാരങ്ങളിൽ ഒരു മനുഷ്യന് ഞാനൊരു വീട് കൊണ്ട് ജാമ്യം നിൽക്കുന്നു. ഒരു
വീട് കിട്ടും സ്വർഗത്തിന്റെ താഴ്വരകളിൽ ഒരാൾക്ക് വീട് ഞാൻ ഉറപ്പു തരുന്നത് എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടും. ആർക്കാണെന്നറിയോ? ലിമൻ തറക്കൽ മിറാ, തർക്കം ഉപേക്ഷിക്കുന്നവനാണ്. ഹക്കോ അവന്റെ അടുത്ത് തന്നെ, സത്യം അവന്റെ അടുത്ത് തന്നെ. എന്നിട്ട് തർക്കത്തിൽ നിന്ന് മാറിക്കുക. തർക്കം സത്യം നമ്മുടെ അടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ പോലെ എന്തോരം തർക്കം ഉണ്ടാക്കുന്നത് ആലോചിച്ചു. സത്യം നമ്മുടെ അടുത്താണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആ തർക്കത്തിൽ നമ്മൾ മാറൂല. അങ്ങനെ ഒരാൾ മാറിയാൽ സ്വർഗത്തിന്റെ താഴ്വരകളിൽ ഒരു വീട് കിട്ടുന്ന, സ്വർഗത്തിലൊരു വീട് കിട്ടൽ വളരെ എളുപ്പമുള്ളതല്ല നമ്മുടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഭാഗത്താണ് ന്യായം, നമ്മുടെ ഭാഗത്താണ് തെളിവ്, നമ്മൾ പറയുന്നതാണ് സത്യം. നമ്മുടെ ഫോണിൽ അതിന്റെ തെളിവുണ്ട്, പത്രക്കട്ടിങ്ങുണ്ട്, എന്തോ ആവട്ടെ. പ്രത്യേകിച്ച് ഇലക്ഷന്റെ വിഷയത്തിലൊക്കെ അങ്ങാടിയുടെ ചർച്ചയ്ക്കൊന്ന് ശരിക്കാൻ ആലോചിക്കെ. 4 രൂപ വിലകളായി വരുന്നിട്ടുള്ള ചർച്ച, വീട്ടിൽ വന്നിട്ടുള്ള ചർച്ച വെറുതെ തർക്കിക്കാം. ഒരാവശ്യമില്ലാതെ അനാവശ്യമായ തർക്കങ്ങൾ ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. ഒരു സംശയ വിഷയത്തിൽ നമ്മുടെ അടുത്താണ് ശരി, എന്നിട്ട് മാത്രം എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് മാറി നിൽക്കാനായാൽ സ്വർഗത്തിന്റെ താഴ്വരകളിൽ അവർ വീട് കിട്ടുന്ന, സ്വർഗം കിട്ടുന്ന, അങ്ങനെ മാറി നിൽക്കാനേ കുറച്ചിടങ്ങേറാണ്. അങ്ങനെ മാറി നിൽക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോ സംഭവിക്കുന്ന ഒന്നുണ്ട്, പകയുണ്ടാവും. പക. അന്ന് വരെ കൂട്ടുകാരാണ്, ഒരേ പള്ളി ഒരേ ഷോപ്പിലുള്ള ആൾക്കാരാണ്. രാത്രിയുമായിട്ട് രണ്ട് ചെയ്തില്ല. അന്ന് വരെ ഇഷ്ടത്തോടെ പ്രോഗ്രാമിനുണ്ടായിരുന്ന, ഒരേ കല്യാണത്തിൽ പോയിരുന്ന, ഒരേ രൂപത്തിൽ ബിസിനസ് നടത്തിയിരുന്ന ആളുകൾ ഒരു ഇലക്ഷനാണ് കഴിയുമ്പോൾ പകയുണ്ടാവും. ആ പകകൾ നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങൾ വരെയായി മാറുന്നു. കൊലപാതകങ്ങൾ വരെ ഇലക്ഷന്റെ പേരിൽ നടക്കുന്ന നാടാണ് നമ്മുടെ നാട്. നമ്മുടെ നാട് ഈ ഒരു ഏരിയ പറഞ്ഞു മൊത്തത്തിൽ അവിടെ പകയുണ്ടാവും, പിണക്കങ്ങൾ ഉണ്ടാകുന്നു. വാപ്പയും മകനും രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ വിഷയം പറഞ്ഞ് പിണങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഒരേ മുമ്പത്തെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വീണവർ രാഷ്ട്രീയ പാർട്ടികളുടെ കേവലം 5 വർഷത്തെ ഭരണത്തിന്റെ പേരിൽ പിണങ്ങി നിൽക്കുന്നു. 12 കൊല്ലമായി. ഒരു വിശ്വാസിക്ക് പറ്റുന്ന കഴിയിലാണ്. ഇതേ ആൾക്കാരെ ഒന്നാമത്തെ സ്വത്തിലുണ്ട്, ഇതേ ആൾക്കാരെ കുത്തുബക്ക് മുന്നിലുണ്ട്, ഖുർആനിന്റെ ആൾക്കാരോ വിജ്ഞാന വേദിയിലുണ്ടോ, എല്ലായിടത്തും ഉണ്ടാവും. ആരോട് തെറ്റിക്കുന്നതറിയോ? പാപ്പാനോട്, അനിയനോട്, ഏട്ടനോട്, അയലോകക്കാരനോട്, കൂട്ടുകാരനോട്. മദ്രസയിൽ ഒപ്പം പോയി ഒരുമിച്ച് തൗഹീദ് പഠിച്ചു വളർന്ന മനുഷ്യനെ തെറ്റിയത് 32ാമത്തെ വയസ്സില രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പേരിൽ പിണക്കം തീരുന്നില്ല. പ്രിയപ്പെട്ടവരെ, കഴിച്ചിട്ടാവും. ഇലക്ഷൻ 5 കൊല്ലം കഴിഞ്ഞാൽ മാറും. തോൽക്കോല് പിന്നെ ജയിക്കും, ജയിച്ചോല് പിന്നെ തോൽക്കും, ചിലർ തന്നെ ജയിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ സംഭവിക്കും. പരലോകത്ത് ഒന്നും ഉണ്ടാവില്ല. എത്രത്തോളം അറിയും? എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. എന്നിട്ടോ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത അവന്റെ അടിമകൾക്ക് പടച്ചറപ്പ് പുറത്തു കൊടുക്കും. പങ്കു ചേർത്തിട്ടില്ലേ അള്ളാഹു പുറത്തു കൊടുക്കുമില്ല. ഒരാൾക്ക് ആണെന്ന് വിചാരിക്കില്ല, ഒരാൾക്ക് പുറത്തു കൊടുക്കൂല. എല്ലാ നന്മയും അയാളുണ്ട്, പക്ഷെ അയാൾക്ക് പാപമോചനമില്ല. അതിന്റെ കാരണം കൂടി ഹദീസിൽ പറയുന്നുണ്ട്. അവനും അവന്റെ കൂട്ടുകാരനും തമ്മിൽ പിണക്കത്തിലാണ്. അതുകൊണ്ടാണ് കൊടുത്തത്. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പിണങ്ങിയതൊന്നും ആവണമെന്നില്ല. എന്ത് വിഷയത്തിലാവട്ടെ, കല്യാണത്തിന് വിളിച്ചില്ല, കൊറോണ സമയത്ത് ഫോണിലാ വിളിച്ചത്, വന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ അത് ഇന്നോട് ആദ്യം പറഞ്ഞില്ല, 10 ഏക്കർ അവിടെ അട്ടപ്പാടിയിൽ വാങ്ങിയത് ഇന്നോട് പറഞ്ഞില്ല, എന്തൊക്കെ ന്യായങ്ങളോ പറയാനുള്ളത്. അയൽവാസിയുമായിട്ട് വഴിത്തർക്കത്തിന്റെ പേരിൽ ആ അതിരിലെല്ലാം അങ്ങോട്ട് കുത്തിയിട്ടു. അവൻ കൈകോട്ടോട് വാങ്ങിയപ്പോ കുറച്ച് ഇങ്ങോട്ടായി, അതിര് കെട്ടി. കുട്ടികൾ തമ്മിൽ കളിച്ചപ്പോ ഒരുത്തന്റെ സൈക്കിൾ വന്ന് അവൻ തള്ളിയിട്ടു, അല്ലെങ്കിൽ ഭർത്താവ് വെളുപ്പുന്ന കൊടുത്ത കളിപ്പാട്ടം അവൻ താഴെ ഇട്ടു. നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ, ഒരടി വഴിത്തർക്കത്തിന്റെ പേരിൽ 15 വർഷം പിണങ്ങി നിൽക്കുന്നവരുണ്ട്.
ഒന്നും കിട്ടൂല. നിസ്കാരമില്ല, നോമ്പ് കിട്ടൂല, ഒരു കർമ്മം കിട്ടൂല, പാപമോചനം കിട്ടൂല. ഇതിങ്ങനെ പിണങ്ങി നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നല്ലോ, ഒന്നാമത്തെ സ്വപ്നം ഇരുന്ന് എല്ലാവരും നീച്ചു പോയാലും അവിടെ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുക. അയലോപ്പക്കാരനോട് തെറ്റിയിട്ടാ പിന്നെ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. എന്നിട്ട് എന്താണ് ഹദീസിന്റെ ബാക്കി ഭാഗം പറയോ? പറയപ്പെടും അവർക്ക് വേണ്ടി അവര് നന്നാകുന്നത് വരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് മതി പാപമോചനം കൊടുത്തിട്ടോ. നമ്മൾ എന്തിനാ ഇവിടെ വന്നിരുന്നേ? ഈ വിജ്ഞാന വേദിക്ക് നമ്മൾ എന്തിനാ വന്നിരുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ ഫുഡ് ഉണ്ടാവും കരുതിയിട്ട് വന്നതല്ല. ഇവിടെ വരുന്നവർക്കൊക്കെ ഒരു 500 നോട്ട് കിട്ടുമെന്ന് കരുതി വന്നതല്ല. ഇവിടെ വന്നാൽ അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും കേൾക്കാം, ദീനിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം. ഒന്നും പുതുതായി കിട്ടിയില്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ മലായികത്തുകളുടെ പ്രാർത്ഥന ഇവിടെ ഉണ്ട് എന്ന് കരുതി വന്നവരാണ് നമ്മൾ. പാപമോചനം എനിക്ക് കിട്ടണം എന്ന നീയത്തോടു കൂടി വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അന്യനോട് പിണങ്ങി, ഉമ്മാനോട് പിണങ്ങി, പിന്നെ കൂട്ടുകാരനോട് പിണങ്ങി, ഒപ്പമുള്ളവരോടൊക്കെ തെറ്റി മിണ്ടാതെ എന്നും പാപമോചനം കിട്ടാനാണ് കൂട്ടരെ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പല്ല, ഏത് വിഷയമാവട്ടെ, ഈ പിണക്കം നമ്മളിൽ ഉണ്ടെങ്കിൽ വിജ്ഞാനവേദിക്ക് വന്നിട്ടും കാര്യമില്ല. അപ്പൊ ഞാൻ അടുത്ത വിജ്ഞാനവേദിക്ക് വരുന്നില്ല എന്നല്ല തീരുമാനിക്കട്ടെ. ഇന്നാൾ പോയിട്ട് മിണ്ടാൻ തയ്യാറാവണം. വാട്സപ്പിൽ ഒരു സ്റ്റിക്കർ അയച്ചാൽ തീരിന്റെ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഒരു അസ്സലാമു അലൈക്കും എന്നുള്ള സ്റ്റിക്കർ അയച്ചിട്ട് ഇങ്ങനെ ഡ്യൂട്ടിക്ക് വരാൻ വെയിറ്റ് ചെയ്യുക. ആലോചിക്കുക, അത് മതി. വഅലൈക്കും അസ്സലാം തിരിച്ചു വന്നു. തെറ്റുമാറി എന്താ പ്രശ്നം തന്നെ അറിയില്ല. 3 ദിവസത്തിലധികം പടങ്ങി നിൽക്കാൻ പറ്റൂല എന്നാണ്. അതിൽ വേറൊരു സംഗതി എന്തോ, 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ കഴിയൂല. ആ 3 ദിവസത്തിന്റെ ഇടയിൽ ചാൻസ് ഒക്കെ കിട്ടും, മിണ്ടൂല. അവസാനം 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നേരെ വന്നാൽ പോലും അവിടെ ഇങ്ങനെ ഉദോക്ക് എടുത്തിട്ട് എല്ലാ പ്രാർത്ഥനയ്ക്ക് ചെല്ലി ഇങ്ങനെ വരുമ്പോഴാ മറ്റേ കാക്ക ഇങ്ങനെ വരുന്നേ കാണ്ടേ പറഞ്ഞത്. ഇപ്പൊ തിരിഞ്ഞു കളയുന്നു. ഇപ്പൊ കാക്കനെ വന്നിങ്ങനെ കണ്ടപ്പോൾ തിരിഞ്ഞിട്ട് അപ്പുറത്ത് കൂടെ പോകുന്നത്, ആ ഡോറ് കൂടെ കയറാതെ അപ്പുറത്ത് കൂടെ പോയി. എങ്ങട്ടാ കൂടെ നിസ്കരിക്കാനേ, സുജൂദയ്ക്കാനേ, എന്നിട്ട് സലാം കിട്ടിക്കഴിഞ്ഞാൽ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുന്ന വിഷയമാണ്. അതേപോലെ തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ചേർത്ത് നോക്കുമ്പോൾ പരലോകത്തിന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇലക്ഷൻ എന്ന് പറഞ്ഞ ചില ആൾക്കാരാവും ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിലാണ് അതിനാ മാറിയിട്ട് നല്ലത്. ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഇസ്ലാമായിട്ട് നോക്കണമെങ്കിൽ ഇതൊന്നും നടക്കുന്ന വിഷയമല്ല, ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കൂട്ടരെ. പലരും എന്താ അറിയോ, ഇലക്ഷന് വന്നാൽ പിന്നെ ദീനുമില്ല, ദുനിയാവില്ല, ഒന്നുമില്ല. നിസ്കാരത്തിലേക്ക് ബുഹറില്ല. ബുഹറിന്റെ സമയത്ത് ഇതിനിറങ്ങിയതാണ്, പെരകൂടെ ഇറങ്ങിയതാണ്. അത് കഴിയുമ്പോൾ അസറാവും. ഇവരൊരു പെര കഴിഞ്ഞ് അപ്പുറം പോകുമ്പോ, വീട് കഴിഞ്ഞ് അപ്പുറം പോകുമ്പോ പള്ളി ഉണ്ടാവില്ല. ഞാനൊന്നും നിസ്കരിച്ചു വരങ്ങളില്ലെങ്കിൽ എന്നും പറയാൻ കഴിയുന്നില്ല പലർക്കും. പ്രിയപ്പെട്ടവരെ, വിവാദത്തിനെ മറന്നിട്ടുള്ള ഒരു ഇലക്ഷൻ നമുക്ക് വേണ്ട. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് സ്ത്രീ പുരുഷ സംസർഗം അവര് ഇടകലരുന്ന സാഹചര്യം ഉണ്ടാവുന്നല്ല ഉണ്ട്. സ്ഥാനാർത്ഥിക്കായാൽ നേരെ കൊണ്ട് കൈ കൊടുക്കുക, അവിടെ ഒരു പ്രശ്നമില്ല. വേഷവിധാനങ്ങളും പ്രശ്നമല്ല, കൈ കൊടുക്കുക, ആ കൈ ഇങ്ങനെ വാങ്ങുക. ഇപ്പോ സ്ത്രീ പ്രാതിനിധ്യമൊക്കെ നല്ലോണുണ്ട്. അവിടെ വേഷവിധാനങ്ങൾ വോട്ട് കിട്ടണമെങ്കിൽ കുറച്ച് മുടി കൗത്തൊക്കെ കാട്ടണം എന്ന് കരുതിയിട്ട് അത്രയും കാലം നല്ല രൂപത്തിൽ നടന്നതിനാള് വോട്ടിന്റെ ചെങ്ങായി ഫോട്ടോ എടുക്കാൻ വന്നപ്പോ ഒന്ന് ഇങ്ങോട്ടാക്കി അങ്ങോട്ടാക്കി പലപ്പോഴും സംഭവിച്ചു പോകുന്നുണ്ട്. വിശ്വാസിക്കാൻ പറ്റൂലല്ലോ. കൈ ഒഴിക്കുന്നതിനെ പറ്റി എന്താ പറഞ്ഞത്? അതിലേറെ നല്ലത് ഒരാണി എടുത്തിട്ട് അധികം ഒരാണി എടുത്തിട്ട് തലമുറ അടിച്ചിട്ട് അത്ര നല്ലത്. അന്യ സ്ത്രീക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കണേക്കാൾ നല്ലത് അതാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോഴുള്ള സാധനം മാത്രമല്ല, കുടുംബത്തിലും കല്യാണത്തിലും ഫംഗ്ഷനിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആർക്കേ കൈകൊടുക്കാൻ പറ്റുള്ളൂ? മതപരമായിട്ടുള്ള ആളുകളല്ലേ പറ്റുള്ളൂ. ഇതിങ്ങനെ കസിൻസ് ആണെന്ന് പറഞ്ഞ് കല്യാണത്തിനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും നിരത്തി കൈ കൊടുത്ത് എല്ലാവരും കെട്ടിക്കുറിച്ച് നടക്കാൻ പറ്റൂല. വിശ്വാസിക്ക് പറ്റൂല തന്നെ. അതിന് കൃത്യമായ നിയമ നിർദ്ദേശങ്ങളുണ്ട്. പിന്നീട് ഒരിക്കലാവാൻ ചർച്ച. അതേപോലെ തന്നെ ദൂർത്ത് വല്ലാതെ കടന്നു വരുന്നുണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ നമ്മുടെ ഇടയിലുള്ള ചർച്ചയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങാടിയിലേക്ക് ഇറങ്ങി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആരും ഇലക്ഷന് വേണ്ടി പൈസ കൊടുക്കരുത്, ദൂരത്ത് നടത്തിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ആലോചിക്കേണ്ടത് എന്തായാലും ഇലക്ഷൻ ആകുമ്പോൾ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദൂരത്ത് ഉണ്ടാവണം. ആ വിഷയം നമ്മൾ ആലോചിച്ചത്. ഇത് പള്ളിക്ക് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ഒരു സംഗതി സെറ്റാക്കാനുണ്ട്, അവിടെ ടോയ്ലറ്റിന്റെ ആ സൈഡ് ഇവിടെയൊക്കെ കുറച്ച് ശരിയാക്കാണ്ട് എല്ലാവരും കുറച്ച് പൈസ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു 5000 രൂപ കൊടുക്കാൻ കഴിയൂല. ഇലക്ഷന് നിങ്ങളുടെ ഭാഗം നിങ്ങളൊരു 10 ഫ്ലക്സ് സ്പോൺസർ ചെയ്യുമെന്ന് പറഞ്ഞാലേ
അതിന് 8000 കൊടുക്കണോട് ഒരിടങ്ങറുണ്ടാവില്ല, ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? വിശാല ദാരിദ്ര്യം ഓർമ്മിക്കുക. പള്ളിയിൽ ഒരു കളക്ഷനൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ ഇന്നിട്ട് നീയത്താത്മ എന്തായാലും ഒരു 5000 കൊടുക്കേ. എന്നിട്ട് വീട്ടിൽ ഇങ്ങനെ എത്തുമ്പോൾ ചിന്ത മാറും. കാരണം വീട്ടിൽ മനുഷ്യ പിശാചുക്കൾ ഉണ്ടാവും. അത് ഭാര്യ 5000 കൊടുക്കണം തീരുമാനിച്ച ഭർത്താവ് മാറ്റും, ഭർത്താവ് തീരുമാനിച്ച ഭാര്യ മാറ്റും. പിന്നെ അത് നിങ്ങളിപ്പോ അതിനിപ്പോ അത്ര കൊടുത്താൽ ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ മിക്സി കണ്ടില്ലെങ്കിൽ നമ്മളെ വാതിൽ കണ്ടില്ലെങ്കിൽ കുറ്റി കണ്ടില്ലെങ്കിൽ ആ ഗേറ്റിന്റെ സൗണ്ട് ഒന്ന് നോക്കി നിങ്ങളല്ല നിങ്ങളെ സ്കൂട്ടിന്റെ ടയർ മാറ്റണം എന്ന് പറഞ്ഞു നിങ്ങളൊന്ന്. അപ്പൊ 5000 കൊടുക്കാൻ വിചാരിച്ച ആൾക്ക് എന്നാ പിന്നെ 2500 ആക്കാം. അവിടെ ആരിടപെട്ടത്? പിശാച്, മനുഷ്യ പിശാചിന്റെ രൂപത്തിൽ ഇടപെട്ടു. ഇത് കഴിഞ്ഞിട്ട് പള്ളികൾക്ക് ഇങ്ങനെ വരികയാണ്. എന്നാൽ 2500 നിയത്താക്കി ഇങ്ങനെ വരിക. ആ വളവൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോ അങ്ങനെ ആലോചിക്കും, ശരി കേട്ടോ, ഗേറ്റിനൊരു ഗേറ്റ് അടിക്കണം, മറ്റവന്റെ ഗേറ്റ് അങ്ങനെ ആക്കി, പിന്നെ ഇപ്പോ കല്ല് മുറ്റത്തിടണം, ആ ചെരുപ്പ് വെക്കാൻ ഒരു സാധനം വാങ്ങണം എന്ന് കുറെ കാലമായി വിചാരിക്കുന്നത്. പിന്നെ മിക്സി നന്നാക്കണം, അത് നന്നാക്കണത് 2500 ഇപ്പൊ പള്ളിക്കണം കൊടുത്താലേ എന്തായാലും ഇപ്പൊ തൽക്കാലം 500 കൊടുക്കാം, അടുത്ത തവണ ഒരു 10000 കൊടുക്കാം, ഒക്കെ നുള്ളിൽ പോയി അവസാനം 5000 വിചാരിച്ചാൽ 500 കൊടുത്താലായി. ഇതേ ആളുകൾക്ക് നാട്ടിലൊരു ഫുട്ബോൾ ഉണ്ട്, നിങ്ങളൊരു കട്ടൗട്ട് കെട്ടാൻ 60,000 രൂപ വേണം, നിങ്ങൾ എന്തെങ്കിലും തരുന്നെന്ന് പറഞ്ഞാൽ ഈ മയമാക്കെടുത്തിട്ട് 10000 കൊടുക്കും. ഒരിടങ്ങളുണ്ടാവും. ദീനിന്റെ മാർഗത്തിൽ പൈസ ചെലവാക്കാന്ന് പറഞ്ഞാല് അത് മേലത്തിന്റെ ഒരു കഷ്ടം എടുക്കാൻ കൊടുക്കണ പോലെ തോന്നുന്ന നമ്മൾ ആലോചിച്ച നമ്മളെ പറ്റി ആലോചിച്ചാൽ മതി. അതൊരടങ്ങാ പള്ളിക്കുട്ടിക്ക് ആ കളക്ഷൻ ഉണ്ടാകുന്ന ഒരു 100 നോട്ട് കിട്ടാനേ ഞാൻ തിരിഞ്ഞാൽ നോക്കും. നമ്മൾ കിട്ടുന്ന പൈസകളുടെ മുഴുവൻ പോലും അത് ഇങ്ങനെ നോക്കി എന്താ തപ്പണറിയോ? പഴയ നോട്ടുണ്ടോ എന്ന് ആദ്യം നോക്കും. 100 മാറ്റി 20 ഉണ്ടോ, 4 20 കിട്ടുന്നത് അതിലെ ഏറ്റവും പഴയ എടുത്തിട്ട് അതാണ് കൊണ്ടിരുന്നത്. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇത് പിശാചി ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് വിഷയമാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുപ്പൊക്കെ ഇവിടെ തീരും. അത് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ജയിച്ച ആൾക്കാർ ജയിക്കും, തോറ്റോലിപ്പോ അങ്ങനെ തോറ്റോട് പോകും. ഇവര് പിന്നെയും മത്സരിച്ച് ഓരോട് ജയിക്കും. ഇവര് ജയിച്ച ആൾക്കാർ പിന്നെ അടുത്ത തവണ തോൽക്കും. ഇതൊക്കെ 5 കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ മാറിപ്പോകും. നമ്മൾ പറഞ്ഞ വാക്കുകളും നമ്മൾ ഫോർവേഡ് ചെയ്ത മെസ്സേജുകളും നമ്മൾ ഷെയർ ചെയ്ത ഓരോ കോണ്ടന്റുകളും 5 വർഷം കഴിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ രേഖയിലുണ്ടാവും. അവിടെ തിരിച്ചൊരു വരവില്ല. 5 വർഷം കഴിഞ്ഞിട്ട് ഒന്നുകൂടി പുതുക്കുക എന്നുള്ളൊരു ചാൻസ് പ്രിയപ്പെട്ടവരെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇലക്ഷന്റെ പ്രചാരണം നടക്കില്ല. നമ്മുടെ ജീവിതം തന്നെ എന്താണെന്നറിയോ? ഒരു ഇലക്ഷനാണ്. നമ്മുടെ മുന്നിൽ ചോയ്സുകൾ പടച്ചുറപ്പ് തന്നു. നിങ്ങളിൽ ആരാണ് ഏറ്റവും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചു. ഇവിടെ നമ്മൾ ഏത് വേണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടാവണമെന്നാണ്. നമ്മുടെ ജീവിതം മുഴുവൻ അങ്ങനെ പോകണം. നമ്മുടെ ജീവിതം അങ്ങനെ പോകണല്ല. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഇലക്ഷന് വോട്ട് എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ വിഷയം അതിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ. അവിടെ പ്രായപൂർത്തിയായ ഇലക്ഷൻ ഒക്കെ മത്സരിക്കാനും നിർത്താനും വോട്ടൊക്കെ ഉണ്ടാവും. ഇതിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെ. അതിങ്ങനെ പലപ്പോഴും അതിപ്പോ കുറച്ചും കൂടി കഴിയട്ടെ എന്നിട്ട് ആരാ പള്ളി നോക്കിയെടുക്കുന്ന ആരാന്നറിയും? റിട്ടയർഡ് ആയ കുറച്ച് ആൾക്കാർ തലി മുടിയൊക്കെ നരച്ച് കുട്ടികളൊക്കെ കെട്ടി ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാർ പള്ളി നോക്കാനായിട്ട് വേറെ ഉള്ളവർക്കൊന്നും ഒരു പരിപാടിയില്ല, ഒരു കച്ചവടമായിട്ട് നടക്കുക, ബാക്കിയുള്ള ഒരു ബിസിനസ് ആയിട്ട് നടക്കുക അല്ല. നമ്മൾ ഈ വിഷയത്തില് പ്രായപൂർത്തിയായോ ഓർക്കും കിട്ടുന്ന കൂലി ഒന്നും തന്നെ, പ്രായമായവർക്കും കിട്ടുന്ന കൂലി ഇതിനകത്തും പ്രായമായവർക്ക് പള്ളി നോക്കണ്ടെന്നല്ല. ഇത് എല്ലാവരും ബാധിച്ചാണ്. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കുറച്ച് ആൾക്കാർ അതിനായിട്ട് പള്ളി കമ്മിറ്റിക്കാരങ്ങനെ ഇരിക്കാതെ ഇപ്പൊ കുറെ സെറ്റപ്പ് മാറി കുറെ പ്രായമായ ഒരു ഷോലില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അത് മാറണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വോട്ട് ചെയ്യാനെന്ന് പോയി ഇനി വരെ ഒരു വോട്ടും ആ പാർട്ടിക്ക് കിട്ടൂരാൻ പോകുന്ന രംഗമുണ്ട്. അവസാനം ആ പോളിംഗ് ഇങ്ങനെ അവസാനിക്കുന്ന ഒരു സമയം, ഇതേപോലൊരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഇനി ഒരു നന്മയും ചെയ്യാൻ പറ്റൂല, അത് റബ്ബ് സ്വീകരിക്കൂല എന്നൊരു ഘട്ടം വരാനുണ്ടെന്ന എല്ലാ നഫ്സും മരണത്തിന്റെ നോവറിയുന്ന രുചി അറിയുന്ന ഒരു കാലം വരാനുണ്ട്. നമ്മുടെ നർത്തകർ കണ്ട നമ്മുടെ കാട്ടിക്കൂട്ടലും നമ്മുടെ പ്ലാൻ 5 കൊല്ലത്തിനപ്പുറത്തേക്ക് പ്ലാൻ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കണേ. ഇപ്പൊ തുടങ്ങിയ കച്ചവടം
അപ്പുറത്തെ 2 നില എപ്പോ വാങ്ങുന്നു ഇപ്പൊ ആലോചിച്ചിങ്ങനെ അതിമങ്ങനെ ആലോചിച്ചിരിക്കുക. സലാം കിട്ടിയാലും അതിന്റെ ആലോചന, നിസ്കരിക്കാൻ പോകുമ്പോഴും അതിന്റെ അതൊക്കെ മനസ്സിലാണ്. എന്തുറപ്പുള്ളൂ ഇന്നിപ്പോ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തും. പ്രോഗ്രാം കഴിയണ്ട, ഇവിടെ ഇരുന്നോടത്ത് എണീക്കുന്നു, ഞാൻ നിന്നോടത്ത് നിന്നിട്ട് നീങ്ങുന്നു. ഒരു ഉറപ്പും നമുക്കില്ല കൂട്ടെ. അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ അടുക്കലേക്ക് മരണം വരും. അവന്റെ അടുക്കലേക്ക് മരണം വരുന്ന വേളയിൽ പറയും, ഒന്ന് മടക്കി തരുന്നേ, ഞാൻ ഉപേക്ഷ വരുത്തിയ ചില കാര്യങ്ങളുണ്ട്. നമസ്കരിക്കുന്ന വേളയിൽ എനിക്ക് ശ്രദ്ധയുണ്ടായിട്ടില്ല, ജമാഅത്ത് ഞാൻ ഉപേക്ഷിച്ചു. ആ വോട്ടിന്റെ പിറകെ പോയപ്പോ ഒക്കെ കഴിഞ്ഞ് അവസാനം എല്ലാം സുബഹിസ്കരിച്ചിട്ടാണ് ഇറങ്ങിയതാ. നിശാസ്കാരത്തിനായി എത്തിയത് ളുഹറും മസറും മൈരും വിഷവും കൂടി ഒറ്റയടി എല്ലാം കൂടി ഒപ്പോ. എന്നിട്ട് ഇങ്ങനെ വലുതില്ല, നിസ്കാരം കിട്ടി കിട്ടൂല. എപ്പോ പറയുന്നത് മലക്കുൽ മൗത്തിനെ കൺമുന്നിൽ കാണുമ്പോ ഒരു മനുഷ്യൻ പറയും, റബ്ബിർജിഊനി, എന്നെ മടക്കണം റബ്ബേ, ലഅല്ലി അഅമലു സ്വാലിഹൻ, ഞാൻ സൽക്കർമ്മം ചെയ്തോളാം റബ്ബേ, ബീമാ തറക്തു, ഞാൻ ഉപേക്ഷ ചില കർമ്മങ്ങളുണ്ട്. നോമ്പ്, സക്കാത്ത് കൊടുത്തിട്ടില്ല, സ്വതക്ക കൊടുത്തിട്ടില്ല, നോമ്പ് പോയാലും മുറിച്ചു. ഞാനേ നിസ്കാരത്തിൽ ഒരു ശ്രദ്ധയുണ്ടായിരുന്നില്ല, ഡ്രസ്സിങ്ങിൽ ഒരു ശ്രദ്ധയുണ്ടായിരുന്നില്ല, സാഹചര്യങ്ങൾ തീരെ പഠിക്കാൻ കിട്ടിയ അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു റബ്ബേ, ഞാൻ ഈ നന്മ ചെയ്തോളാം. എപ്പോഴാ പറയരുത്? മലക്കുൽ മൗത്തിനെ കാണും. ആരാ പറയണേ? 70 കൊല്ലം അള്ളാന്റെ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം 80 വർഷം, 100 വർഷം, 40 വർഷം, എത്ര ആയുസാവട്ടെ, അത് കിട്ടിയാലും മലക്കുൽ മൗത്തിനെ കാണുമ്പോ റബ്ബേ എന്നെ ഒന്ന് ജീവിതത്തിലേക്ക് മടക്കണേ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ആലോചിച്ചു. നമ്മൾ ഉണ്ടാകുമോ ആ കൂട്ടത്തിൽ? പരലോകത്ത് വെച്ചിട്ട് പറയുന്ന ചില രംഗങ്ങളുണ്ട്. അവിടെയും അത് തന്നെ പറയാം, റബ്ബേ ഞങ്ങളെ ദുനിയാവിലേക്ക് മടക്കണേ. റബ്ബ് ചോദിക്കും, എന്താ ചോദിക്കയോ? അവലം നുഅമ്മിറുക്കും, മനുഷ്യ നിനക്ക് ആയുസ് തന്നിട്ടില്ലയോ? അതേപോലെ തന്നെ ഒരു നദീർ വന്നിട്ടില്ലയോ? താക്കീതുകാരൻ വന്നിട്ടില്ല എന്നോ? ഇന്നത് പാടില്ലെന്നും ഇന്നത് വേണമെന്നും പറയാൻ ഒരു പ്രവാചകൻ പറഞ്ഞയച്ചിട്ടില്ല എന്നോ? പരലോകത്ത് ചില ആളുകൾ ഇങ്ങനെ തലതാഴ്ത്തി നിന്ന് ഖേദിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ചില ആളുകളുടെ പ്രാർത്ഥനകൾ, 2 തരം പ്രാർത്ഥനകളെ പറ്റി ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലൂടെ മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവരെ പറയുന്നതാണ് റബ്ബനാ അതിനാ ഫിദ് ദുനിയാ, റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവ് കൊണ്ട് റബ്ബേ. നമ്മൾ ശരിക്കും ആലോചിക്കും, നമ്മുടെ പ്രാർത്ഥനയിൽ ഇന്ന് നേരം കൊടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ എന്താ ചോദിച്ചത് റബ്ബിനോട്? എന്റെ കുട്ടി പഠിച്ചോനെ വിസിറ്റിങ്ങിന് പോയിട്ട് 2 മാസമായി, ഒന്നും കിട്ടിയിട്ടില്ല, ഒരു ജോലി ശരിയായിട്ടില്ല, ഇന്റർവ്യൂ പോയി ഒന്നും ക്ലിയർ ആയിട്ടില്ല, പഠിച്ചോനെ കൊടുക്കേ എന്ന് പറയുണ്ടാവും, പഠിച്ചോനെ ബുദ്ധി കൊടുക്കേ എന്ന് പറയുന്നു. ദുനിയാവിന്റെ വിഷയം പറയുണ്ടാവും, പരലോകത്തിന്റെ വിഷയം നമ്മൾ പറഞ്ഞു ആലോചിച്ചു. പരലോകത്തിന്റെ വിഷയം പറഞ്ഞോ എന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ടതാണ്. നമ്മൾ എന്താ ചോദിച്ചത്? കച്ചവടത്തിലെ ലാഭം, കടത്തുന്ന രക്ഷപ്പെടാൻ, ബിസിനസ്സിലുള്ള നേട്ടം, ആരോഗ്യം, അസുഖം മാറാൻ, സൗഖ്യം കിട്ടാൻ, വീടിന്റെ പണി പൂർത്തിയാവാൻ, എല്ലാത്തിനും പ്രാർത്ഥന ഉണ്ട്. ദുനിയാവിന്റെ വിഷയത്തിനപ്പുറത്ത് പരലോകത്തിന്റെ വിഷയം പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ നമ്മളോ ആലോചിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകളൊക്കെ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി, റബ്ബേ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹ് എന്ന് വിളിച്ചതാണ്. ഖലീൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നതിനേക്കാൾ അടുപ്പമുള്ള പ്രയോഗ ഖലീൽ എന്ന് പറഞ്ഞാൽ. അല്ലാഹു ഖലീലാക്കിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് എന്തോ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി, റബ്ബേ നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ. നമ്മളെന്തേ ഞാൻ മുജാഹിദാണ്, ഞാൻ എന്തായാലും അവസാനം ഞാൻ അവിടെ സ്വർഗത്തിലെത്തും. ഈ ചിന്ത നമുക്കുള്ളത്. എന്തായാലും ഇപ്പൊ അത് അങ്ങനെ എങ്ങനെയൊക്കെ ആയാലും ഞാൻ സ്വർഗത്തിലേക്ക് ഞാൻ എത്തുന്ന ഈ ചിന്ത നമുക്കുള്ളത്.
ഇബ്രാഹിമിന് പോലും ചിന്ത തോന്നിയിട്ടില്ല. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, എന്റെ മക്കളിലും നമസ്കാരം നിലനിർത്തണേ, എന്റെ മക്കളിലും നമസ്കാരം നിലനിർത്താൻ പടച്ചോനെ സഹായിക്കണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഉണ്ടാവുമ്പോ നമ്മളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്താ പ്രാർത്ഥിച്ചിട്ട് ആലോചിക്കും. ഒരിടക്കേറ് വരുമ്പോ കാലിന് എന്തോ ഒരു മടക്കിച്ചോട്ട് ഇങ്ങനെ കാണാം, സംസാരിക്കുമ്പോ എന്തോ ഒരു ഇടക്കേറുള്ള പോലെ തോന്നാം, കണ്ണോണ്ട് ഇങ്ങനെ കണ്ണിന് എന്തോ ഒരു ഇടക്കേറുണ്ട്, കേൾക്കണില്ല എന്റെ കുട്ടിക്ക്. ഇതൊക്കെ ഒരു ഉമ്മാരി വാപ്പാന്റെ ഇടക്കേറ്. ആ കുട്ടി ഇങ്ങനെ വലുതായി വരുമ്പോ അതിനു വേണ്ടി എത്ര പ്രാർത്ഥിക്കുന്നു, ദുനിയാവിൽ എന്ത് ചെലവഴിക്കാൻ എല്ലാത്തിനും വേണ്ടി. ഇതേ കുട്ടിനെ പറ്റി പടച്ചോരെ നിസ്കരിക്കുന്ന ഒരു മോനായി എന്റെ കുട്ടിനെ മാറ്റണേന്ന് കൊല്ലത്തിനടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു ആലോചിച്ചു. ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ A+ കിട്ടാനേ പരീക്ഷ റിസൾട്ട് വരുന്ന തലേന്ന് പരീക്ഷയ്ക്ക് നമുക്ക് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ. എന്നിട്ട് റിസൾട്ട് വരുന്ന തലേന്ന് ഉമ്മ 3 മണിക്ക് നീച്ചിട്ട് അയച്ചു നിസ്കരിച്ച് മുസല്ല നനഞ്ഞാണ് പ്രാർത്ഥിച്ചിട്ട് പടച്ചോനെ A+ കൊടുക്കണേ, A+ കൊടുക്കണേ, A+ കൊടുക്കണേ. എന്താണെന്നറിയോ, അഞ്ചത്തിന്റെ കുട്ടിക്ക് കഴിഞ്ഞ 9 A+. ഇനി വെക്കെങ്ങാനും ഒരു 7 or 8 ആരും കഴിഞ്ഞു, അതാണ് അതിന് പേച്ചാറ്. എന്നിട്ട് അതിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാം. എന്നാണല്ലോ നിസ്കാരത്തിന്റെ വിഷയം. എന്റെ കുട്ടിയൊന്ന് ഈമാനുള്ള വിലയെ കൊടുക്കാൻ പടച്ചോലെ എന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നതാണ്. ദുനിയാവിന്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നവരെ പറ്റി പറയണേ, അവർക്ക് പരലോകത്തേക്കൊന്നുമില്ല. ഇതിനർത്ഥം ദുനിയാവിന്റെ ഒരു വിഷയം നമ്മൾ ചോദിക്കണ്ട എന്നല്ല. തൊട്ടുശേഷം വീണ്ടും കൂടെ സംസാരിക്കുന്നു. അവരിൽ നിന്ന് തന്നെ ചിലരുണ്ട്, അവർ പറയും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവ് നിർത്തില്ല, എന്നാലും അവിടെ ചോദിച്ചത് എന്താണെന്നറിയോ, ഇപ്പൊ കേട്ടിട്ട് ഇപ്പൊ ദുനിയാവൊന്നും ചോദിക്കാൻ പറ്റൂലെന്ന് വിചാരിക്കണ്ട. ഏറ്റവും നല്ല പ്രാർത്ഥന പഠിപ്പിച്ചവും അവിടെ പറഞ്ഞെന്താ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ. അങ്ങനെ ആദ്യം പറഞ്ഞു ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ പഠിക്കുന്ന നന്മ കൊണ്ടാ. എന്നിട്ട് ചേർത്ത് പറയാ എന്നിട്ടാ പരലോകം ചോദിച്ച് എന്നാലും ചോദിക്കണമെന്നാ പറഞ്ഞേ. എന്നിട്ട് പറയാ അതായിരിക്കണം ലക്ഷ്യം. നരകത്തുനിന്നാണ് രക്ഷപ്പെടുന്നത്. നരകത്തുനിന്നാണ് രക്ഷപ്പെടുക എന്നുള്ളത് അതൊരു നിസാരമായ വിഷയമല്ല പ്രിയപ്പെട്ടവരെ. ആ കത്തിയാവുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹജ്ജ് ഇങ്ങനെ ഓടി വരുമ്പോ അതിന്റെ 22ാമത്തെ ആയത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നതോ, തലക്കുമുകളിലൂടെ ഹമീം ഒഴുകുന്ന, ഹമീം എന്ന ചുട്ടുപഴുക്കുന്ന ചുട്ടുകൊള്ളുന്ന വെള്ളം ഒഴിക്കുമ്പോ വയറിലുള്ളത് മുഴുവൻ മുരുകിപ്പോകുന്ന, തൊലികളും മുരുകിപ്പോകുമെന്ന് പറയുന്ന ഹമീമിൽ നിന്ന് രക്ഷ നേടണോ പ്രിയപ്പെട്ടവരെ? ദുനിയാവിന്റെ പിറകെ ഓടുന്നവരായി നമ്മൾ മാറണ്ടേ? ദുനിയാവ് വേണം, പൈസ വേണം, വിജയം വേണം, അധികാരം വേണം, ഓക്കെ എല്ലാം വേണം. അതിന്റെ കൂടെ എന്ത് കൂടെ വേണമെന്നറിയോ, പരലോകത്തേക്ക് വേണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തു ചെയ്തു ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തു ചെയ്തു? പരലോകത്തെ വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന? ദുനിയാവില് ഒരു ഇലക്ഷനും ഒക്കെ വരുമ്പോ എത്ര മണിക്കൂറുകൾ വെയിൽ കൊണ്ട് നടക്കാനും റെഡിയുള്ളവരുണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊന്നും ചിലപ്പോ അതിന്റെ ആൾക്കാരാവൂല, അതിന്റെ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടും ഉണ്ടാവില്ല, എപ്പോഴും അതിന്റെ തിരക്കിലേക്കാണ്. എന്നാലും നമ്മൾ കാണുന്നുണ്ടല്ലോ, ദുനിയാവിന്റെ വിഷയത്തിൽ ഇലക്ഷന് വേണ്ടി ഊണും ഉറക്കും ഒഴിവാക്കി, ഭക്ഷണം ഒഴിവാക്കി വെയിലും കൊണ്ട് അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. ദീനിന് വേണ്ടി എന്താ ചെയ്തത്? അത് പറയും, നിങ്ങളൊക്കെ മോശം നല്ലല്ലോ പറയും, മൊത്തത്തിൽ പറയട്ടെ. ചെക്കന്മാരെ പരിചയമൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ചോദിക്കുക, ദീനിനും വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ട് കാല് കല്ലുമ്മ തട്ടി വേദനായ ചരിത്രം നമുക്ക് പറയാട്ടോ. ഏത് സ്വർഗം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പോയ സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചിന്തിക്കുക, ഞാൻ എന്തായാലും സ്വർഗത്തിലാണ്. എന്റെ കാരണം ഞാൻ മലയാളത്തിൽ ഉത്തുപോലുള്ള ആളാണ്, ഞാൻ സ്വർഗത്തിക്ക് തന്നെ കാരണം എന്ന ചിന്ത ഉള്ളിൽ എവിടെയോ ഉണ്ട്. സ്വാമിമാർക്കില്ലാത്ത, അമ്പിയാക്കൾക്കില്ലാത്ത, സലഫുസ്വാലികൾക്കില്ലാത്ത ഈ ചിന്ത ഒരു വശം നമ്മൾ നശിപ്പിച്ചേക്കാം. എന്ത് ഉറപ്പാ നമുക്ക് നാളെ നമ്മൾ മാറുക? എന്ത് ഉറപ്പാണ്? എന്ത് ഉറപ്പാണ്? ഈ പ്രാർത്ഥന ഹൃദയത്തിൽ ഉണ്ടാവണമെന്ന ചരിത്രം നമുക്കറിയില്ലേ? ഇസ്ലാമിലേക്ക് കടന്നു
വരുമ്പോ അദ്ദേഹത്തിന്റെ മുതുകിൽ ചുട്ടുപഴുപ്പിച്ച കമ്പി വെച്ച് യജമാനൻ അതിങ്ങനെ ചുട്ടുപഴുപ്പിച്ച് മാംസം ഉരുകി ഒഴിക്കുന്ന രംഗമുണ്ടായിരുന്നു. ഇസ്ലാമിലേക്ക് വന്ന് തോളിൽ മേൽമുണ്ടുണ്ടാവും. തോളിലെ മേൽമുണ്ട് അഴിഞ്ഞു വീഴുന്നത് ആരും കണ്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കണ്ടില്ല. ഈ തോളിലെ മേൽമുണ്ട് മാറ്റിയിട്ട് കണ്ടില്ലേ, ഇസ്ലാമിലേക്ക് ഞാൻ വന്നപ്പോ സഹിച്ച ത്യാഗമാണ് എന്ന് ആരോടും പറഞ്ഞില്ല. ന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ വെച്ച് ആ തോളിൽ നിന്ന് മേൽമുണ്ട് വീർന്നു വീണപ്പോ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് മുതലെത്തുള്ളത്? പറഞ്ഞു കൊടുക്കുക ചരിത്രം. ഞാൻ ഇസ്ലാമിലേക്ക് വന്നപ്പോ എന്നെ പ്രയാസപ്പെടുത്തിയ എന്റെ യജമാനൻ ചുട്ടുപഴിപ്പിച്ച കമ്പിയെടുത്ത് എന്റെ മുതുകിൽ വെച്ചു. ഇരുമ്പ് പണിക്കാരനായി എന്റെ മാംസം കരിയുന്നത് എന്റെ മൂക്കിലേക്ക് അതിന്റെ ആ ഒരു ഗന്ധം ഇങ്ങനെ അടിച്ചു കയറിയെന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, ദീനിനു വേണ്ടി ഞാൻ നിങ്ങളും എന്ത് ത്യാഗമാണ് സഹിച്ചത്, എന്ത് ത്യാഗം സഹിച്ചത്, ദീനിനു വേണ്ടി എന്ത് സഹിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും കൊടുത്ത ഒരു 100 രൂപ ദീനിനു വേണ്ടി കൊടുത്തതിനോട് താരതമ്യം ചെയ്യാൻ കഴിയും. നമ്മളെടുത്ത ത്യാഗങ്ങൾ നമ്മൾ എത്ര ഉറക്കം ഒഴിച്ചെന്ന് ആലോചിച്ചു. ദീനിനു വേണ്ടി എന്ത് ചെയ്തു നമ്മൾ? നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തെ പ്രിയപ്പെട്ട മുജാഹിദുകളെ നമ്മൾ വായിക്കണം. ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തിൽ പറയുന്ന ഒരു അനുഭവമുണ്ട്. ഒരു മീലാദിന്റെ സദസ്സിൽ കയറാൻ അവസരം കിട്ടി തിരുവനന്തപുരത്ത്. അവിടെ മീലാദിന്റെ സദസ്സിൽ കയറി തൗഹീദ് പറയുന്ന ഉമർ മൗലവി മൗലവിയെ ആളുകൾ ആട്ടി ഓടിച്ച് 22 കിലോമീറ്റർ ആ രാത്രി ഇരുട്ടിൽ ഓടി ബസ് കയറിക്കൊണ്ട് ഇവിടെ തിരുവനന്തപുരം കേരളൂരിന്റെ അടുത്ത് ബസ് ഇറങ്ങിയിട്ട് കെട്ടിപ്പിടിച്ചു കരയുന്ന ഉമർ മൗലവിയുടെ ചരിത്രം ഓർമ്മകളുടെ തീരത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ദീനിനു വേണ്ടി 70 വയസ്സ് വരെ 40 വയസ്സ് വരെ 30 വയസ്സ് വരെ പ്രവർത്തിച്ചിട്ടും 22 കിലോമീറ്റർ നടക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ എന്ത് മറുപടി പറയാനുണ്ട്? ഇലക്ഷന് വേണ്ടി എന്തും തിരിക്കാൻ റെഡിയാണ്, എത്ര വേണമെങ്കിലും പണിയെടുക്കാൻ റെഡിയാണ്, എത്ര പണം ചെലവഴിക്കാനും റെഡിയാണ്, ലീവ് എടുക്കാൻ റെഡിയാണ്. പക്ഷേ നാട്ടിലൊരു ക്ലാസ് ഉണ്ടാകുമ്പോ ആ ശക്തരാക്കാൻ കഴിയുന്നില്ല. നമ്മിൽ പലർക്കും ഇവിടെ വരാത്തവർക്കും കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതേ ആളുകൾ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ അതീവ ശ്രദ്ധയുണ്ടാകുന്നുവെന്നാണ്. അതുകൊണ്ട് പരലോകത്ത് നമ്മുടെ വോട്ടുകൾ എണ്ണിയെടുക്കുന്ന, നമ്മുടെ വോട്ടുകളാകുന്ന നന്മകൾ എണ്ണിയെടുക്കുന്ന ഒരു സാഹചര്യം വരാനുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? നന്മയുടെ തുലാസിൽ വരവ് വെച്ച് വലതുകയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന വിജയിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. വലതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ അവർ പറയുമെന്നാണ്, ഈ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. സന്തോഷത്തിന്റെ ഗ്രന്ഥം എടുത്തുകൊണ്ട് ഇങ്ങനെ കാണിക്കും, ഈ മനുഷ്യൻ ദുനിയാവിൽ സഹിച്ചവനാണ്, എല്ലാം ദീനിനു വേണ്ടി വിശപ്പ് സഹിച്ചവനാണ്, ദീനിനു വേണ്ടി വെളികൊണ്ടവനാണ്, ദീനിനു വേണ്ടി പരിഹാസം സഹിച്ചവനാണ്, പണം ചെലവഴിച്ചവനാണ്. പരലോകത്ത് വരുമ്പോ സത്യത്തിന്റെ സമാധാനത്തിന്റെ ഗ്രന്ഥം അവന്റെ വലതുകൈയിൽ നൽകപ്പെടുമ്പോ അവൻ സന്തോഷത്തോടു കൂടി വിളിച്ചു പറയുന്നതൊന്ന് വായിച്ചു നോക്കൂ. എന്നാൽ ദുനിയാവിന്റെ വിഷയത്തില് ദീനിനു വേണ്ടി സമ്പത്ത് ചെലവഴിച്ചില്ല, നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയുണ്ടായില്ല, പരലോകത്തിന് വേണ്ടി പണിയെടുത്തില്ല, അവർക്കും ഗ്രന്ഥം ലഭിക്കുന്ന കാഴ്ചയുണ്ട്. ഇടത് കൈയിലാണ് അവന് ഗ്രന്ഥം നൽകപ്പെടുക. ആ മനുഷ്യർ പറയുമെന്നാണ്, ഈ ഗ്രന്ഥം എനിക്ക് നൽകാതിരുന്നെങ്കിൽ, ഈ ഗ്രന്ഥം എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായേ. ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരെ പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഏത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. വലത് കയ്യിൽ കിട്ടുമോ ഇടത് കയ്യിൽ കിട്ടുമോ ഗ്രന്ഥമെന്ന ചിന്തയിൽ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവരിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകണമെന്നാണ്. ഈ ക്ലാസ്സിലെ ഇരുത്തുമ്പോഴും നമുക്കതിന് മുതൽക്കൂട്ടാകണമെന്നാണ്. ദുനിയാവിലെ എത്ര അധികാരികൾ കിട്ടിയാലും, എത്ര ഇലക്ഷനിന്റെ പവറും ഒന്നും എല്ലാം ഉണ്ടെങ്കിലും, എത്ര സമ്പന്നനാണെങ്കിലും ഒരുപക്ഷെ ജീവിതത്തിൽ ദുനിയാവിലെ ജീവിതത്തിൽ വല്ല നേട്ടവും ഉണ്ടായേക്കാം.
അധികാരത്തിന്റെ പവർ കൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് 1 മണിക്കൂർ നേരത്തെ രക്ഷപ്പെട്ടേക്കാം. സമ്പത്തിന്റെ പവർ കൊണ്ട് ഒരുപക്ഷെ ഒരിക്കലും ശരിയാവില്ലെന്ന് കരുതിയ ഒരു പേപ്പർ ഒരുപക്ഷെ കിട്ടിയേക്കാം. ഈ ആളുകളൊക്കെ പരലോകത്തെത്തിയിട്ട് പറയുന്ന വാക്യങ്ങളുണ്ട്. എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ല, പ്രയോജനപ്പെട്ടില്ല. എന്റെ അധികാരമെല്ലാം നഷ്ടപ്പെട്ടു പോയി. ദുനിയാവിലെ അധികാരത്തിന്റെ പരിധികൾ വളരെ കുറവാണ്. ആ അധികാരത്തിന്റെ പരിധിക്ക് വേണ്ടി കളവ് പറഞ്ഞ്, അന്യനെ വഞ്ചിച്ച്, ഇല്ലാത്തത് പറഞ്ഞ് കൊലപാതകങ്ങൾ വരെ നടത്തിക്കൊണ്ട് പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു പിടിക്കുന്ന രംഗമുണ്ട്. നരകത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ച് അതിലേക്ക് വലിച്ചെറിയുന്ന രംഗമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇരുമ്പിന്റെ ദണ്ഡുകൊണ്ട് തലക്കടിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ മലായികത്തുകൾ അവനെ പറഞ്ഞേക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അമലുകളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക. തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കണമെങ്കിൽ നോമിനേഷൻ കൊടുക്കാൻ ചില നിർബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുണ്ടെങ്കിൽ നോമിനേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടെന്ന നിസ്കാരം നിർബന്ധം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമാണ്. നോമ്പ്, കഴിവുള്ളവന്റെ സക്കാത്ത്, ഇസ്ലാം കാര്യത്തെ മുറുകെ പിടിക്കാൻ ഓരോന്നും എണ്ണിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കേണ്ടതുണ്ട്. സ്വതക്കയുടെ വിഷയത്തിൽ നമ്മൾ ആലോചിക്കുക. ഏറ്റവും ചുരുങ്ങിയത് ചെയ്തത് ഒരു പേപ്പർ എടുത്തിട്ടേ, ഈ കഴിഞ്ഞ 2025 നവംബർ എന്റെ ചെലവുകൾ വരവൊരു കുളത്തിലേക്ക് കൂടി കുറെ ചെലവ് ചെയ്താണ്ടാവില്ല. ചെലവെഴുതി കൂടി ബേക്കറി വാങ്ങിയത്, അവിടെ പുറത്തു പോയി ഭക്ഷണം കഴിച്ചത്, റോസ്റ്റ് വാങ്ങിയത്, കുട്ടിക്ക് ഡ്രസ് എടുത്തത്, ടൂർ പോയത്, കല്യാണത്തിന് പോയത്, കുടിക്കലിന് പോയപ്പോ ഇന്ന സാധനം വാങ്ങിയത്, ചെലവൊക്കെ എഴുതിയ കൂട്ടത്തില് ഈ സബീലില്ല എന്നൊരു കോളത്തെ പറ്റി ഒന്ന് ആലോചിച്ചു. ദീനിന് വേണ്ടി എന്തു കൊടുത്തു പഠിക്കുന്നതാണ് ആലോചിച്ചു. അള്ളാന്റെ മാർഗത്തിൽ എന്തു കൊടുത്തു? എന്താ ഓർമ്മയ്ക്ക് വരുന്നത്? ഈ വെള്ളിയാഴ്ച ഇങ്ങനെ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ആ ഫണ്ട് ശേഖരത്തിൽ കിട്ട 10 നോട്ട് 4 ആഴ്ച കിട്ടത് 40 റുപ്യ. അവിടെ വീട്ടിൽ ആരോ കോളിമ്പെല്ലാം അടിച്ച് നീ ഞാൻ എന്റെ പിരിവുണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയപ്പോ അയാളെ പറഞ്ഞേക്കാണ് കരുതി കൊടുത്ത 20 റുപ്യ ഒക്കെ കൂടി കൂട്ടിയിട്ട് ചിലപ്പോ 100 റുപ്യ ആവില്ല. ദുനിയാവിന്റെ വിഷയത്തിൽ ചെലവഴിച്ചതിനെ പറ്റി ആലോചിച്ചു. ഗ്യാസ് നിറച്ചതും കറണ്ട് ബില്ല് കൊടുത്തതും ഫോണൊക്കെ റീചാർജ് ചെയ്തു. റീചാർജ് പാക്കൊക്കെ ചെയ്തത് കുട്ടിക്ക് ചെയ്ത് കൊടുക്കണം, പെണ്ണുങ്ങൾക്ക് ചെയ്ത് കൊടുക്കണം, സ്വന്തത്തിന് ചെയ്ത് കൊടുക്കണം, ഉമ്മ പറയുമ്പോൾ ഉമ്മാക്ക് ചെയ്ത് കൊടുക്കണം, അയലോപകാരനൊക്കെ പറയുമ്പോൾ ഓർക്ക് വരെ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പൊ മാത്രം ഉണ്ടാവും ചിലപ്പോൾ വലിയൊരു 4 അക്ക സംഖ്യ. ദീനിന്റെ മാർഗത്തിൽ എന്തേ കൊടുക്കുന്നേ? ഒരു കോളൻ വെച്ചിട്ടാണ് എന്താ കൊടുത്ത്? ആ കോളൻ എന്താവുന്ന നാളെ പരലോകത്തേക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടാവുക. അവിടെ 1000 കൊടുത്തിട്ടുണ്ടെങ്കിൽ, 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഇരട്ടിയായി കൊണ്ടുവരുന്ന നമ്മൾ എന്ത് കൊടുത്തു? ഇവിടെ ഇരുന്ന കാര്യം ഞാൻ അടുത്ത പറയുന്നു. ഈ മാസം ഞാൻ എന്ത് കൊടുത്തു? നമ്മുടെ ചെലവ് വെച്ചിട്ടൊന്ന് കമ്പയർ നടത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ സ്വഭാവത്തെ പറ്റി ഒന്ന് ആലോചിച്ചു. നമ്മുടെ സ്വഭാവം എങ്ങനെ? അവരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പുഞ്ചിരി പോലുമില്ലാത്ത സ്വഭാവമാണ് എന്റെ മാതാപിതാക്കളോടുള്ള എന്റെ ഇടപാടെന്താ? എന്റെ കുട്ടികളോടുള്ള ഇടപാടെന്താ? ഇത് നാട്ടിലെ ഇലക്ഷനൊക്കെ വന്നാലേ ആ പാർട്ടി ഓഫീസറാണ് കൂടുതലാ കണക്കല. ആർക്കാ ആധാർ കാർഡ് ഇല്ലാത്തത്? അത് എല്ലാത്തിനും പിറകെ എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും റെഡിയാ. ഉമ്മ ചോദിക്കടാ, ആസ്പത്രിയിൽ പോലെ 500 നോട്ട് ഇല്ല. ഇല്ല ഉമ്മ ഇല്ല, ഓരോട്ട് കൊടുക്കാൻ കഴിയില്ല. ഭാര്യയോട് സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ അവന് കഴിയില്ല. ഇല്ല, ഭാര്യയോട് കയറ്റി സംസാരിക്കുന്നവൻ അവന്റെ മുന്നിലേക്ക് ദുനിയാവിന്റെ പ്രശ്നം പറഞ്ഞു വരുന്ന ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ പുഞ്ചിരിച്ചു നിൽക്കുമ്പോഴും വീട്ടിൽ വന്ന് മക്കളോട് സ്നേഹത്തോടെ നിൽക്കാൻ കഴിയുന്നില്ല, ഭാര്യയോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നില്ല. പറഞ്ഞത് ഒരു കയറുമില്ലെന്ന ഒരു കയറുമില്ല. നമുക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടതായത് നമ്മുടെ വീട്ടിലുള്ളവരാണെന്ന ഇത് നമ്മൾ ആലോചിക്കുക. നമ്മുടെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ നമ്മൾ ആലോചിക്കുക. അതേപോലെ തന്നെ അപവാദവും നമീമത്തും ദൈവത്തും കളവും വഞ്ചനയും വ്യാജ പ്രചരണങ്ങളും നമ്മൾ സൂചിപ്പിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ആർക്കെങ്കിലും നമ്മൾ ഇട്ട പേരുണ്ട്. എന്തോ രസത്തിന് അന്ന് കോളേജിൽ പഠിച്ചപ്പെട്ടതാ. ഇപ്പോഴും ഓനാകാ വിളിക്കണമെങ്കിൽ ഓനോട് പോയി അവളോട് പോയി മാപ്പ് ചോദിക്കാൻ കഴിയണം. ഞാൻ അന്നങ്ങനെ പറഞ്ഞു പോയത് വിഷമായോ എന്ന് ചോദിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. എന്നാലാണ് അതാണ് വിശ്വാസ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ടത് വിശുദ്ധ ഖുർആനിനെ.
ഇന്ന് എത്ര ഓതിനാലോചിച്ചു. ഇന്ന് ഞാൻ എത്ര പേജ് ഓതിയവരുണ്ട്. എന്നാലും ആലോചിച്ചു എത്ര ഓതി. ഇന്ന് എത്ര നേരം വാട്സപ്പിന്റെ സ്റ്റാറ്റസ് നോക്കി, ഗ്രൂപ്പിൽ വോയിസ് അയച്ചു, ഇൻസ്റ്റഗ്രാം തോണ്ടി, ഫേസ്ബുക്ക് തോണ്ടി, റീൽസ് യൂട്യൂബിൽ കണ്ടു. എത്ര സമയം, എത്ര പേജ് ഓതി. ശരിക്കും നമ്മുടെ സമയം നമ്മൾ എവിടെ ഉപയോഗപ്പെടുത്തും എന്ന് പരമാവധി നന്മകൾ ചെലുത്തത്. ഏറ്റവും മിനിമം ചെരുപ്പെടുമ്പോ വലത്തേക്കാലം ഇടുമ്പോ മനസ്സിലൊരു നീയത്തുണ്ടെങ്കിൽ കൂലി കിട്ടില്ലേ. ഷർട്ട് ഇങ്ങനെ ഇടുമ്പോ പുറത്തെടുമ്പോ വലത്തെ കയ്യിൽ വെച്ചു കൊടുത്താൽ അതിന് കൂലി കിട്ടില്ലേ. പള്ളിക്ക് കയറുമ്പോഴുള്ള വലതുകാലം വെച്ച് പ്രാർത്ഥന ചൊല്ലിക്കാൻ കഴിയാൽ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലിക്കാൻ കഴിയാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന പോട്ടെ. നമ്മൾ ഈ പ്രോഗ്രാമിൽ വന്നപ്പോൾ കയറ്റം കയറിയിട്ടാ വന്നേ, അവിടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു വരാൻ ഏറ്റവും ചെറിയ പ്രാർത്ഥനകളുടെ കൂട്ടത്തിലല്ലോ ഒരു മനുഷ്യൻ കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ ചൊല്ലുന്നത് പുണ്യമാണെന്നാണ്. നമ്മൾ പറഞ്ഞതായിരുന്നു. ഇന്ന് രാവിലത്തെ അതുക്കാർ സ്വഭാവം, ഇന്ന് വൈകുന്നേരത്തെ അതുക്കാർ മസാവും ഞാൻ ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയാൻ എത്ര ആളുകൾക്ക് പറ്റുന്നത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചു ഇതിനൊന്നും അതിപ്പെന്താ അതുക്കാറ്, അങ്ങനെ അതുക്കാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ മാറ്റം ഉണ്ടാകണം. അങ്ങനെ ചില പ്രാർത്ഥനകളും ദിക്റുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ മതിയൊക്കെ തഫ്സീർ കിട്ടും, എല്ലാ ആപ്ലിക്കേഷനും കിട്ടും. പക്ഷെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എന്താ മൈലാഞ്ചി ഇടുന്ന ആപ്പ്, പ്രത്യേകിച്ച് ഫുഡിന്റെ ആപ്പ്. മൈലാഞ്ചിന്റെ ഫോൺ നോക്കി സൂം ചെയ്താൽ മൈലാഞ്ചില്ല. ആ ഫോണിൽ ഖുർആനിന്റെ ഒരു ആപ്പ് ഉണ്ടാവില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല, ഖുർആൻ ഓതാൻ ആപ്പയിൽ ഉണ്ടാവില്ല, പ്രാർത്ഥനയുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇസ്ലാമിക ചാനലുകൾ ഒന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ചെയ്ത മുഴുവൻ ഫാമിലി വ്ലോഗുകൾ, അവിടെ മറ്റേ ആള് അച്ചപ്പുണ്ടാക്കിയത്, ഈ തപ്പയം കഴിച്ചത്, അതൊക്കെയാണ് എന്നും ഇരുന്ന് കാണാൻ. എന്നാണ്ടല്ലോ നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ പോലും കാണാനോ കേൾക്കാനോ സമയം കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയത്തെ ഈമാനികമായി കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നാളെ അല്ലാഹു നമ്മുടെ ജീവിതത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മുടെ വലത് കയ്യിൽ തരുമ്പോ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാവിന്റെ വിഷയത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്ന പാപങ്ങളുണ്ട്, അവയെല്ലാം പുറത്തു മാപ്പാക്കി എന്റെ സ്വർഗീയ മുഖാവനത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കേണ്ട റഹ്മാനെ. ഈ സദസ്സിലിരിക്കുമ്പോൾ പോലും റബ്ബേ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, മാനസികമായി എന്തൊക്കെയോ നീറിപ്പുകഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. ദാമ്പത്യ വിഷയത്തിലാവാം, മക്കളുടെ വിഷയത്തിലാവാം, കച്ചവടത്തിന്റെ വിഷയത്തിലാവാം, സാമ്പത്തികമായ ബാധ്യതകളുടെ കടത്തിന്റെ വിഷയത്തിലാവാം. റബ്ബേ അവർക്കെല്ലാം പരിപൂർണ സമാധാനവും ശുദ്ധയും നൽകി അനുഗ്രഹിക്കേണ്ട റഹ്മാനെ. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഈ സദസ്സിലുണ്ട്, ഞങ്ങളുടെ വീടുകളിലുണ്ട്, പരിചയത്തിലുണ്ട്, ആശുപത്രി കിടത്തിയിട്ടുണ്ട്. പരിപൂർണ ശുദ്ധി അനുഗ്രഹിക്കേണ്ട റഹ്മാനെ. മരണപ്പെട്ടു പോയവരിൽ ഞങ്ങളുടെ മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, പരിചയക്കാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, റബ്ബേ ഗുരുനാഥന്മാരുണ്ട്, നേതാക്കളുണ്ട്, അയൽക്കാരുണ്ട്. അവരുടെ കബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഒരു മകൻ നമസ്കാരം കഴിഞ്ഞ് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ആളിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോ കാരണത്തെ ഫാനിന്റെ ചുവട്ടിലിരുന്ന് സന്തോഷത്തോടുകൂടി നീയകൾക്കും റബ്ബേ ഇത്തരം സംവിധാനങ്ങളോ സാഹചര്യങ്ങളോ ഇല്ലാത്ത, എല്ലാം തകർന്നു പോയ മക്കൾ ഇവിടെ എന്നറിയാത്ത, മരണപ്പെട്ടു പോയ മക്കളുടെ മയ്യത്തിനെ കാവലിരിക്കേണ്ടി വരുന്ന ഉമ്മമാരും ഉപ്പമാരും റബ്ബേ ലോകത്തിന്റെ മുക്കുമൂലകളിൽ റബ്ബേ, ഫിലിസ്തീനിന്റെ മണ്ണിലുണ്ട്, അതേപോലെ ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളിലുണ്ട് റബ്ബേ, ഞങ്ങളുടെ നാടുകളിൽ പോലും ഉണ്ട് റബ്ബേ. നിന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നും അവരെ സഹായിക്കാനില്ല റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് നീ അവരെ ഒന്ന് പൊതിയണേ റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك تجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار واجر والدينا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. صلى الله على نبينا محمد وآله وسلم. السلام عليكم ورحمة الله.